എന്ന പഠന പരിസ്ഥിതി വളരെ കാലിക പ്രസക്തി അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ടി.പി. ശശികുമാർ സർ ആണ്. അദ്ദേഹം ശിക്ഷ ജ്ഞാന എന്ന സംരംഭത്തിന്റെ MD-യും ചെയർമാനുമായി സേവനമനുഷ്ഠിക്കുന്നു. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, സ്പിരിച്വൽ ഡയറക്ടർ എന്നീ രംഗങ്ങളിൽ അത്യുജ്വലമായ സേവനങ്ങൾ കാഴ്ചവെച്ച ഡോക്ടർ ടി.പി. ശശികുമാർ സർ ഒരു നല്ല മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. ടെക്നിക്കൽ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഡോക്ടർ ടി.പി. ശശികുമാർ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം, ജെയിൻ ജെയിംസ്. താങ്ക് യു. PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെസി എൻസിക്കും അതിനേക്കാൾ ഉപരി എന്നെ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുള്ള ഡോക്ടർ മായാപ്പിള്ള, അബദ്ധവശാൽ കായംകുളത്തുള്ള അല്ലേ ടീച്ചറെ, കായംകുളത്തുള്ള ആരോ പറഞ്ഞ് കേട്ട് പരിചയപ്പെട്ടപ്പോൾ തൊട്ടടുത്ത പരിചയങ്ങൾക്ക് കുറേ അവസരം ഉണ്ടായിരുന്നിട്ടും വിട്ടുപോയിട്ടുള്ള, എന്നാലും കുറേ വൈകിയാണെങ്കിലും കൊറോണക്ക് നന്ദി പറയേണ്ടി വരും. കൊറോണ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുകയും ഈ ഒരു ഓൺലൈൻ വെബിനാർ എന്ന പേരിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയാണ്. കാരണം ലോകം നന്നാവണമെങ്കിൽ ടീച്ചർമാർ നന്നാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ തലയിൽ കൈവച്ചിട്ട് മോനെ നീ നാളെ നന്നാവും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വ്യംഗ്യാർത്ഥം ഉണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. അത് ഇന്ന് നീ നല്ലതല്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞതിലും ആ വ്യംഗ്യാർത്ഥമുണ്ട്. ടീച്ചർമാരെ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഏതായാലും ഈ ഒരു സെമിനാർ ഇനോഗ്രേറ്റ് ചെയ്തത് എൻ്റെ അടുത്ത സുഹൃത്തും, ഞങ്ങൾ 2005-07 കാലഘട്ടത്തിൽ ഞാൻ കോഴിക്കോട് സർവകലാശാലയിലെ ഡയറക്ടർ ഓഫ് അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ആകുമ്പോൾ അവിടുത്തെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത ആളാണ് അനിൽ. ആ ഡോക്ടർ വി അനിൽകുമാർ, അനിൽ വെള്ളത്തോൾ വളരെ രസകരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു സെമിനാർ കൊണ്ട് വല്ല ഗുണവും ഉണ്ടാവണമെങ്കിൽ മായ ടീച്ചർ പറഞ്ഞതുപോലെ അത് ബുദ്ധിയിലല്ല, അത് മനസ്സിലാണ് ഏറ്റെടുക്കേണ്ടത്. ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, കാരണം അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ ഡയറക്ടർ ആയതുകൊണ്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരമായിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ യൂണിവേഴ്സിറ്റി സെന്ററിൽ MHRD സെന്ററിൽ ക്ലാസ് എടുക്കാൻ വരുമ്പോഴും ഞാൻ കൊടുക്കാറുള്ള ഒരു ടൈറ്റില് എഫക്റ്റീവ്, എഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് എന്നാണ്. എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ കാണുന്നത് ഇവിടെ പങ്കെടുക്കുന്ന 44 പാർട്ടിസിപ്പൻസ് ആണ് ഇപ്പോൾ ഓൺലൈനിലുള്ളത്. എല്ലാവരും പെന്നും പേപ്പറും കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ ഈ റെക്കോർഡഡ് വേർഷൻ പിന്നെ കണ്ടിട്ട് എഴുതിയെടുക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്ന് തിരിച്ചു പറയുമ്പോഴേ, ആ പാരഫറൈസിങ് കോംപ്രഹെൻഷൻ നടക്കുമ്പോഴേ അത് ലേണിംഗ് ആവും. അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന പ്രസംഗമോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെയുള്ള പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ പ്രഭാഷണങ്ങളൊക്കെ പോലെ കേട്ടു പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ക്ലാസ്സുകളും ഒക്കെ സുപരിചിതമുള്ള ആളാണ്. അതിൽ ഗുണമല്ലാത്തൊരു കാര്യം ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഈ 44 പാർട്ടിസിപ്പൻസോ അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന യൂട്യൂബിലൊക്കെ ഒരു 200-300 പേര് കാണുമായിരിക്കും. അങ്ങനെ കണ്ട് വാച്ച് ചെയ്ത് പോകേണ്ടതല്ല, പഠിക്കേണ്ട കാര്യങ്ങളും അത് പ്രാവർത്തികമാക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
അപ്പം അത് നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഇൻറ്ററാക്ഷനിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്, 2 ക്യാരക്ടേഴ്സാണ്. എഴുതിയെടുത്ത് ടെക്നിക്കൽ പോയിന്റ്സ് എഴുതുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതെനിക്ക് അറിയില്ല. കാരണം ടീച്ചർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനോടാണ് പറയുന്നത് എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും വേണ്ട ഒരു കാര്യം പേനയും പേപ്പറും അല്ലെങ്കിൽ റെക്കോർഡിംഗ് വെർഷൻസും ഒക്കെ ഉണ്ടാവണമെന്നാണ്. എൻ്റെ കയ്യിൽ പേനയും ബുക്കും പേപ്പറും ഒക്കെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അതെപ്പോഴും ഉണ്ടാവും, അതില്ലാതെ എൻ്റെ ജീവിതമില്ല. നോട്ട് ബുക്ക് ഉണ്ട്, പേനയുണ്ട്, അതിൻ്റെ കൂടെ ഓഡിയോ റെക്കോർഡർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു വീഡിയോ റെക്കോർഡർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഈ കാണുന്ന വീഡിയോ ഓൺലൈൻ ഒരു ജുഗാഡ് എന്നൊക്കെ പറയും, തട്ടിപ്പ് പരിപാടി, അത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം സൂം ആരാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് അതിനുള്ള ടെക്നോളജി അറിയാം. കാരണം ടെക്നോളജി ഒരു സപ്ലിമെന്ററി ആയിട്ടല്ല എൻ്റെ ജീവിതം, ടെക്നോളജി പ്രിലിമിനറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ MSc പഠിക്കുന്ന കാലം 1984 ഒരു റൂമിനോളം വലിപ്പമുള്ള 10x10 ഫീറ്റ് വലിപ്പമുള്ള കമ്പ്യൂട്ടറിൽ ഫോർട്രാൻ 77 പ്രോഗ്രാമിംഗ് തുടങ്ങിയ ആളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ അറ്റൻഡ് ചെയ്യുന്നതിൽ പലരും ജനിക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. ലോകത്തിൽ കമ്പ്യൂട്ടറുകൾ, അത് അടുത്ത കാലത്ത് അമേരിക്കയിൽ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ അമേരിക്കയിലുള്ള സമയത്ത് ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പ്യൂട്ടർ മ്യൂസിയത്തിൽ വെച്ചത് ഞാൻ കണ്ടു. എന്നുവെച്ചാൽ കാലം തുടങ്ങുന്നതിന്, കമ്പ്യൂട്ടറുകളൊക്കെ തുടങ്ങുന്നതിന് ആ ആദ്യ കാലങ്ങളിൽ അതുമായിട്ട്, പിന്നെ ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലൊക്കെ ഞങ്ങൾക്ക് ഫണ്ട് അത്യാവശ്യത്തിലധികമാണ്. അപ്പൊ എന്താണോ മാർക്കറ്റിൽ വരുന്നത് അത് മേടിക്കാനുള്ള അധികാരവും അതിനുള്ള സാഹചര്യവും ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാം മേടിച്ച് അതിൽ കളിച്ച് വേണമെങ്കിൽ അത് ഉപയോഗമില്ലാതാക്കി കളയാനുള്ള സ്വാതന്ത്ര്യം പോലും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തത്. കാരണം എക്സ്പെരിമെന്റേഷൻ ആണ്, വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കൈകൊണ്ട് ഉപയോഗിച്ച് മനസ്സിലാക്കി അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാവുമോ അത്രത്തോളം ഉപകാരപ്രദമാക്കാനുള്ള എല്ലാ അടവും തടവും ഉപയോഗിക്കാൻ ശ്രമിക്കുകയും അത് പഠിക്കുകയും താല്പര്യത്തോടു കൂടി കാണുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് ചെയ്യണം എല്ലാ വിദ്യാർത്ഥികളും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷേ അക്കാഡമിക് എക്സലൻസ് ഉള്ള ഒരാൾക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അപര്യാപ്തതയും പ്രാരബ്ധവും വിഷമവും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ആരെങ്കിലും പറയണ്ടെങ്കിൽ അയാൾ പഠിക്കാൻ മടിയനാണെന്നാണ് അർത്ഥം. മെറിറ്റ് ഉണ്ട്, പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്കും യാതൊരു സൗകര്യക്കുറവും ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാവരെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആക്കണം, ഡോക്ടറേറ്റ്സ് ആക്കണം എന്നൊന്നും ലോകം തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പഠിക്കുന്നവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള സാഹചര്യം ഈ ലോകത്തിലുണ്ട്. വെറും ഫെലോഷിപ്പും റിസർച്ചും മാത്രമായിട്ട് 60 വയസ്സ് വരെയൊക്കെ ജീവിച്ചു പോകാനുള്ള ഗവൺമെന്റ് ഫണ്ടിങ്ങുകളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പഴയ മുട്ടുന്യായം എന്നൊക്കെ പറയാറില്ലേ, നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റുപ്പിഡിറ്റിയാണ്. അത് അവനവൻ കിണറിൽ നിന്ന് പുറത്ത് കാണാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അത് വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിൽ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുകയും ഉറങ്ങാത്ത എല്ലാ സമയവും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് ഇന്നല്ല, തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. അതാവണം എല്ലാ കുട്ടികളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2800 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് NIT ഹമീർപൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുള്ളത്. വിവേകാനന്ദ കേന്ദ്ര എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ B.Ed കോഴ്സ് നടത്തുന്ന അരുണാചൽ പ്രദേശിലേക്ക് കേരളത്തിൽ നിന്ന് 3500ഓളം കിലോമീറ്റർ പോകണം. ശ്രീനാരായണ ഗുരു കോളേജ് ചേർത്തലയിൽ കുറേ B.Ed സ്റ്റുഡൻസിനെ അവരുടെ കോളേജിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് അരുണാചൽ പ്രദേശിലേക്ക് ടീച്ചേഴ്സായിട്ട് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. കാരണം അവിടെ ടീച്ചേഴ്സ് കുറവായതുകൊണ്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഇവിടുന്ന് ടീച്ചേഴ്സിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെയാണ് B.Ed കോഴ്സ് അവിടെ തുടങ്ങിയത്. ഏകദേശം 3000 ടീച്ചേഴ്സിന് 4 മണിക്കൂർ ചെന്നൈയിൽ
ടീച്ചേഴ്സ് ഡേയിൽ ഗസ്റ്റായിട്ട് ക്ലാസ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു 2002 18 വർഷം മുമ്പാണ്. അടിമാലിയിൽ 400 കിലോമീറ്റർ പോകണം എൻ്റെ നാട് നടുവിൽ നിന്ന്. അവിടെ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന പേപ്പർ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പല പ്രാവശ്യം ഹൈദരാബാദിൽ നിന്ന് ഒരു 1200 കിലോമീറ്ററോളം അടിമാലിയിലേക്ക് നടുവിൽ നിന്നാണെങ്കിൽ 400 കിലോമീറ്റർ. നടുവിലാണ് എൻ്റെ നാട്. മാന്നാനം KE കോളേജിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നൊരു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് സെന്റ് ജോസഫ്സ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് ക്രോസ് ചെയ്തിട്ടാണ് കോട്ടയം ടൗണിൽ നിന്ന് പോകുന്നത് കാറിൽ. ആ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് കണ്ടു. എൻ്റെ സെമിനാറിൽ എൻ്റെ പ്രഭാഷണം, എൻ്റെ ക്ലാസ്, എൻ്റെ ടോക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ KE കോളേജിൻ്റെ പ്രിൻസിപ്പളോട് പറഞ്ഞു, ആ സെന്റ് ജോസഫ്സ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളെ വിളിക്കൂ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീ ആണ്, വൈകുന്നേരം എനിക്ക് ട്രെയിനുള്ളൂ, ബാക്കിയുള്ളവരുടെ ടോക്ക് കേൾക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അവിടുത്തെ ടീച്ചേഴ്സിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയി ചോദിച്ച് മേടിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഏകദേശം 6.6 മില്യൺ ടീച്ചേഴ്സിനെ ഇതുവരെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. എന്നാൽ ഈ PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എൻ്റെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞാൻ പലപ്പോഴും മട്ടന്നൂര്, അഞ്ചരക്കണ്ടി അവിടെയൊക്കെ യാത്ര ചെയ്ത് പല ആവശ്യങ്ങൾക്കും പോകുന്ന ഒരാളാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ദന്തൽ ഡേയുടെയും ആനുവൽ ഡേയുടെയും ഇനോഗ്രേഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആർച്ച് ഷേപ്പിലുള്ള PKM കോളേജ്, കുറേ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോകണ്ടേ. ആ കോളേജിന്റെ പഠിക്കൽ വരെ ഞാൻ ഒരു ദിവസം കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു കോളേജാണെന്നുള്ളതുകൊണ്ട്. എനിക്കറിയാം ഈ എന്നെ കേൾക്കുന്ന പലരും അവരുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അവരവർക്ക് അറിയുമെങ്കിൽ നടുവിൽ ആണ് എൻ്റെ ഗ്രാമം. ആ നടുവിൽ ആരെയെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചിട്ട് നടുവിൽ ഹൈസ്കൂളിൻ്റെ മാനേജ്മെന്റിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഫാമിലിയാണ് മാനേജ്മെന്റ്. അപ്പോൾ എൻ്റെ തറവാട് അറിയാത്ത ഒരാളും എൻ്റെ വീട് അറിയാത്ത ഒരാളും ചിലപ്പോൾ എന്നെ നേരിട്ട് അറിയണ്ടാവില്ല, കാരണം ഞാൻ നാട് വിട്ടിട്ട് കുറേ വർഷമായി. എൻ്റെ തൊട്ടടുത്ത ടീച്ചേഴ്സ് കഴിഞ്ഞ 2017 ഇന്ന് 11-ാം തീയതിയാണ്, 10-ാം തീയതി ജൂലൈ 10-ാം തീയതി 2017, 3 വർഷം മുമ്പ് ചൊയലിയിൽ ഉള്ള ഒരു മാഷുണ്ട്. ചൊയലി എന്ന സ്ഥലത്ത്, നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്താണ്, 8-10 കിലോമീറ്റർ അടുത്ത് ഉണ്ടാവും. അനന്തൻ മാസ്റ്റർക്ക് ദ സയൻസ് മാസ്റ്റർ അവാർഡ് ശിക്ഷ കൊടുക്കേണ്ടായി. അത് ഗുരുപൗർണിമയുടെ പിറ്റേ ദിവസമാണ്. അതിന്റെ തലേ ദിവസം മട്ടന്നൂര് വെച്ചൊരു പ്രോഗ്രാമിലാണ് നടുവിലുള്ള കേശവൻ മാസ്റ്റർക്ക് സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ അവാർഡ് ഞാൻ കൊടുത്തത്. അന്ന് കണ്ണൂർ എയർപോർട്ട് കൺസ്ട്രക്ഷൻ നടക്കാണ് 2017. അപ്പൊ അന്ന് എൻ്റെ കുട്ടികളെ ഞാൻ എയർപോർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. എയർപോർട്ടിന്റെ റൺവേയിലൂടെയൊക്കെ വണ്ടി ഓടിച്ച്, എന്നുവെച്ചാൽ പ്രാക്ടിക്കലായിട്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് അനന്തൻ മാസ്റ്റർക്ക് സയൻസ് അവാർഡ് കൊടുത്തത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ അനന്തൻ മാഷെ നിങ്ങൾ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടില്ലെങ്കിൽ വിളിക്കണം. കാരണം സയൻസ് കൈകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം. പക്ഷെ ആ സയൻസ് പഠിപ്പിക്കുന്ന സമയത്ത് സോഷ്യൽ സ്റ്റഡീസും ലാംഗ്വേജും ഒക്കെ മിക്സ് ചെയ്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ക്ലാസ് എടുക്കുകയും ഇംഗ്ലീഷ് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഡിക്ഷണറി എടുത്ത് തപ്പി നോക്കേണ്ടി വരും. ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. ഒരു BEd കോളേജ് ആണ്. ഐ എം ഷുവർ ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് മീഡിയം, ബട്ട് ദ ഹോൾ പ്രോഗ്രാം സെറ്റപ്പ് വാസ് ഇൻ മലയാളം. സോ ഐ ആം ഓൾസോ പ്രോബബ്ലി മെന്റലി കൾച്ചേർഡ് ടു ടോക്ക് ടു യു ഇൻ മലയാളം. അതല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ സെന്റർ എന്നുള്ള നിലയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്കില്ലാണ്. കേരളത്തിലെ ചുരുക്കം ചില ടീച്ചേഴ്സിന് മാത്രമേ, ടീച്ചേഴ്സിനടക്കം കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനടക്കം, PhD ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വരുന്ന സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സീറോ. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു കൾച്ചറൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അത് 1 മാസത്തെ പണിയേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അമേരിക്കയിലെ കുറെ കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പ് നടത്തുകയായിരുന്നു. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്ന് ഏകദേശം 15ഓളം ഡിഫറെന്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന കുട്ടികളായിരുന്നു. അവരെ അവരവരുടെ ലാംഗ്വേജില് അവർക്കറിയാവുന്ന ആൾക്കാരുടെയും നാടിൻ്റെയും ഒക്കെ പേര് എഴുതാൻ
പഠിപ്പിക്കാൻ ഹാഫ് ഡേ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിരുത്തിയാൽ 18 ദിവസം കൊണ്ട് യു ക്യാൻ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് സാധാരണ 18 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം, ഭാഷ സംസാരിക്കാം എന്ന് പറയുന്നത് അല്ല പറയുന്നത്. കൊളോക്കിയൽ റിക്വയർമെന്റ് വിത്ത് വിച്ച് യു ക്യാൻ ടോക്ക് വെരി നൈസ്ലി. ഞാനും സാധാരണ മലയാളം മീഡിയത്തിൽ സംസാരിക്കുന്ന മാഷന്മാരുടെ കൂടെ പഠിച്ച് അവര് പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ ജീവിതം. അബദ്ധവശാൽ 8ാം ക്ലാസ്സിലെ ടാഗോർ വിദ്യാനികേതനിൽ പോവുകയും അവിടെ നിന്ന് ഏറ്റവും മോശം കുട്ടിയായതുകൊണ്ട് 8ാം ക്ലാസ്സിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തതാണ്. എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറയാറില്ല, ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു കുട്ടിയെയും അവരവരുടെ റാങ്കിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയാറുള്ളതാണ്. 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടി 27 കുട്ടികളുള്ളതിൽ 27ാമത്തെ റാങ്ക് കിട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കിയതാണ് എന്നെ. പക്ഷെ അതേ സ്കൂളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് A+ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനം കൊടുക്കാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയുകയും ചെയ്തു, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരാളെയാണ് നിങ്ങൾ ഏറ്റവും നല്ല മെറിറ്റ് അവാർഡ് കൊടുക്കാൻ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കുട്ടിയെയും അവരുടെ ചെറുപ്പകാലത്തിലുള്ള പെർഫോമൻസ് നോക്കിയിട്ട്, കാരണം നടുവിൽ എന്ന ഗ്രാമം ചിലപ്പം മടമ്പം എന്ന ഗ്രാമത്തിനേക്കാളും മോശം നാടാണ്. കാരണം ഒരു നല്ലൊരു ഫെസിലിറ്റി പോലും ഇല്ല അവിടെ. ആ ഒരു സ്ഥലത്ത് നിന്നും ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാള് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷിൽ കവിത എഴുതുകയും ലോകത്തിന്റെ പല ഭാഗത്ത് പോയിട്ടും ഇംഗ്ലീഷിൽ അസലായിട്ട് ക്ലാസ് എടുക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ്, ഒരു കൾച്ചറൽ ചേഞ്ചാണ്. ഞാനിത് പറയാൻ കാരണം ഈ കോവിഡിന്റെ കാലത്ത് ഇപ്പോഴും നമ്മൾ കോവിഡ് മോശമാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ദുർഘടമായ ഒരു കാലമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമുള്ള ഒരു സമയമാണെന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെ പോണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഒരു മാസം മുമ്പ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിന്റെ ഒരു സെമിനാർ, ദ ന്യൂ നോർമൽ, പുതിയ നോർമൽ എങ്ങനെ വേണം, അത് ഇനോഗ്രേറ്റ് ചെയ്ത് ഗവർണർ ഓഫ് കേരളയാണ്. എന്ത് ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള ടോക്കായിരുന്നു അദ്ദേഹത്തിന്റെ എന്നറിയോ? അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടോ ഇല്ലയോ എന്നല്ല, ഈ എൻ്റെ നമ്പർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറയുന്ന എല്ലാ റെഫറൻസുകളും നിങ്ങൾ ചോദിക്കുകയും ആ ചോദിക്കുന്ന റെഫറൻസുകൾ, സാർ ഇന്ന് ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്തൊരു സെമിനാറിന്റെ പ്രോഗ്രാം പറഞ്ഞല്ലോ, അത് യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ലിങ്ക് അയച്ചു തരുമെന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി ഉടനെ തന്നെ അയച്ചിട്ടുണ്ടാവും. അങ്ങനെ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരാളാണ്. അതാണ് ഓൺലൈൻ. ആ ഓൺലൈൻ എന്ന് പറയുന്നത് ഈ വർഷം 2020 ജനുവരിയില് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ഫുൾ പേജ് എൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, എന്നെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ. ഞാൻ ഓൺലൈനിൽ മാത്രം കുട്ടികളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിലെ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ പോയിട്ട് കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം നിങ്ങൾ, CEC, കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, അവിടെ ഒരു മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ ഇലക്ട്രോണിക് മീഡിയയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാം എന്ന് പഠിച്ചിട്ടാണ് ഞാൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്തത്. ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത ആ ആഴ്ചയിൽ തന്നെ ഞാൻ ക്ലാസ്സിന് പോയി. കാരണം എനിക്ക് പഠിക്കണം, എന്താണ് പുതിയതായിട്ട് എൻ്റെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും വലിയൊരു വിരോധിയായി മാറുകയായിരുന്നു ഞാൻ. കാരണം ഞാൻ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ മൾട്ടിമീഡിയ ക്ലാസ് എടുത്തേ തീരൂ. അത് യൂട്യൂബിലൂടെ പുറത്തേക്ക് വിടും. മൈക്രോ ടീച്ചിങ് അനാലിസിസ് എങ്ങനെ നടത്തണമെന്ന് പഠിക്കുകയല്ല ചെയ്തത്, അത് പ്രായോഗികമായി യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ ശ്രമിച്ച സമയത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനുള്ള ഒരാളാണ്. ആ ഒരു സംഭവം നമ്മൾ നടത്തുന്ന സമയത്ത് അന്ന് ടീച്ചേഴ്സ് കുറച്ചു പേരെങ്കിലും എക്യുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നീ പറയുന്ന പ്രാരബ്ധവും അബദ്ധവും വിഷമമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എന്നും പറയാറുള്ളതാണ്, സാധാരണ 1980 മുതൽ ഇതിനു വേണ്ടി മെനക്കെടുന്ന ഒരാളാണ്. അപ്പോഴൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യം, ട്രെയിൻ ഓടാൻ തുടങ്ങിയ കാലം മുതൽ റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ഒരു ചെറിയൊരു ടിക്കറ്റ് കൊടുത്തിരുന്ന ഒരു കാലമുണ്ട്. 1990 2000 ആകുമ്പോഴത്തേക്കും അവരൊക്കെ കമ്പ്യൂട്ടറിൽ
ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. സാധാരണ ബസ് കണ്ടക്ടർമാര് ടിക്കറ്റ് എഴുതിയിട്ടാ കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ ഒരു ടിക്കറ്റിൽ ഒരു ഹോൾ ഉണ്ടാക്കും, എവിടുന്നാ കയറിയത്, എവിടെയാ ഇറങ്ങേണ്ടത്, ആ പോയിന്റ് ഓഫ് എൻട്രി, പോയിന്റ് ഓഫ് എക്സിറ്റ്. അങ്ങനെ കൊടുത്തിരുന്ന ടിക്കറ്റ് മാറ്റിയിട്ട് ഇലക്ട്രോണിക് ടിക്കറ്റ് ആക്കിയിട്ട് കണ്ടക്ടർക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ടീച്ചേഴ്സ് ഇപ്പോഴും ബ്ലാക്ക് ബോർഡും വൈറ്റ് ചോക്കും. എന്നിട്ട് പറയാണ് ലോകം മാറി, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത്ര. ലോകം അഡ്ജസ്റ്റ് ചെയ്തിട്ട് 30 വർഷമായി. സാധാരണ കണ്ടക്ടർമാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 30 വർഷമായി. എന്താ കാരണം? ഇങ്ങനെയൊക്കെ ആയാലും മതി. ഞാൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ടീച്ചർമാര്, ഹിസ്റ്ററി പഠിപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ട്, കാരണം ഇന്ത്യക്ക് വലിയൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇന്ത്യന്റെ പാരമ്പര്യത്തെ കുറിച്ച് ആസ്വദിക്കുന്നതിന് പകരം ശപിക്കുന്ന ടീച്ചർമാര്, അവരാണ് ഹിസ്റ്ററി ടീച്ചർമാർ. ജിയോഗ്രഫി കുറച്ച് പഠിപ്പിച്ചാൽ മതിയായിരുന്നു, ഇന്ത്യ ചെറിയൊരു രാജ്യമാണെങ്കിൽ എന്ന് പറയുന്ന ടീച്ചർമാര്. എന്തൊരു അബദ്ധാന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്രൈസിസ് ആണ് ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസിസ്? ആ ക്രൈസിസ് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ, എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിപ്പിക്കാൻ, അത് പഠിപ്പിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ടീച്ചർമാര് അവര് പഠിപ്പിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ അതുപോലെ എടുത്ത് മഗപ്പ് ചെയ്തിട്ട് പറയും. എന്നാൽ അവനവനൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ, പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, പ്രൊജക്ടർ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് ഓണാക്കാൻ പറ്റുമോ? അതൊന്നും നമുക്ക് പറ്റിയിട്ടുള്ളതല്ല. ഇതാണ് അബദ്ധം. അത് മാറണം. അത് പറയാൻ കാരണം ചിലപ്പോൾ ഞാൻ വളരെ ക്രൂരമായിട്ട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ ഇത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള ഒരു തട്ടിപ്പ് പരിപാടി എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്ന ചിലർക്കൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടാവുണ്ടാവും. എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്ത് അമേരിക്കയിലെ കുട്ടികളുമായിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്താണ്. 150 കുട്ടികൾ കൊളംബസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ത്യാനയിൽ. 2018 ഈ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അത് വീട്ടിലിരിക്കുകയാണെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അത് അക്കാഡമിക്സും ടീച്ചേഴ്സും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആവുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്നലെയോ മിനിഞ്ഞാന്നോ അങ്ങാണ്ട് പോസ്റ്റ് ചെയ്തത് ഈ റിപ്പീറ്റ് ബാച്ചിൽ പോകുന്ന എഞ്ചിനീയറിംഗ് മെഡിക്കൽ സ്റ്റുഡൻസിനെതിരെ ഓറഞ്ച് സിറിഞ്ചില് കുത്തി പഴുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ആവരുത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോസ്റ്റ് ആയിരുന്നു. 2018 ജൂലൈ 11 ഞാൻ പോസ്റ്റ് ചെയ്തത് ടീച്ചേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആർ സെയിം എന്നാണ്. ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഒരേപോലെയാണ്. എന്താ കാരണം? ടീച്ചേഴ്സും എക്സാമിനേഷൻ നടത്തും, ഡോക്ടേഴ്സും എക്സാമിനേഷൻ നടത്തും. ടീച്ചേഴ്സും ടെസ്റ്റ് നടത്തും, ഡോക്ടേഴ്സും ടെസ്റ്റ് നടത്തും. അത് പാത്തോളജിയാണ്, കണ്ടുപിടിക്കുകയാണ് എന്താണ് കുഴപ്പം. എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതല്ല. എക്സാമിനേഷൻ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതിന്റെ കൂടെ ഞാൻ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കണം. എഡ്യൂക്കേഷനോട് കുറച്ചെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കേൾക്കേണ്ട ചില സംഭവങ്ങളാണ് പറയുന്നത്. ഒരു ഡോക്ടറും ഒരു രോഗിയെ വഴക്ക് പറയാറില്ല. ഒരു കുട്ടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് തോറ്റുപോയി അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രോഗിയുടെ ഡയഗ്നോസിസിന് ശേഷം പാരാമീറ്റേഴ്സിന് കുറച്ച് കുറവുണ്ടെന്നൊരു കാണുന്ന ഒരു ഡോക്ടർ ആ രോഗിയെ അടുത്ത് പിടിച്ച് ചികിത്സിക്കുക ചെയ്യുക. പക്ഷെ ടീച്ചർമാർ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. ഒരു കുട്ടി പനിയായിട്ട് വരുന്ന സമയത്ത് ഡോക്ടർ പനി പിടിച്ചതുകൊണ്ട് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയാൻ പറ്റുമോ? അവരെ എത്രത്തോളം കെയർ കൊടുക്കാൻ പറ്റുമോ, എത്രത്തോളം സ്നേഹം ഷെയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നോളജ് കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്ത് ബ്രിങ്ങിങ് ദം അപ് ടു ദ നോർമൽ ലെവൽ, മോണിറ്ററിങ് ദം കെയർഫുള്ളി. എല്ലാ ദിവസവും 3 ദിവസം പോയി നോക്കും ഡോക്ടർമാര് പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണോ. ഇനി രോഗികൾക്കും ഒരു പ്രാധാന്യം ഉണ്ട്. എന്താ അറിയോ? അവർക്ക് രോഗമുണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ടത് രോഗികളുടെ ആവശ്യമാണ്. എനിക്ക് എക്സാമിനേഷൻ വേണം എന്ന് സ്റ്റുഡൻസ് പറയാ വേണ്ടത്. എന്ത് സ്റ്റുപ്പിഡിറ്റിയാന്ന് ആലോചിച്ചു. എനിക്ക് എക്സാം വേണ്ട എന്നാ പറയുന്നത്. എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു ഭയമാണ്. ഇതെന്തിനാ ടെസ്റ്റ്? പാത്തോളജിക്ക് പോകുന്ന സമയത്ത് എനിക്ക് അസുഖമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു രോഗിയുടെ ആവശ്യമല്ലേ? അതുപോലെ എല്ലാ സ്റ്റുഡൻസും ടെസ്റ്റ് ചെയ്യപ്പെടണം. എനിക്കൊന്ന് എക്സാമിനേഷൻ തരൂ, എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യൂ എന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടത്. രോഗിയോടുള്ള അതേ അവസ്ഥയിലാണ് മാർക്ക് കുറഞ്ഞ കുട്ടികളോട് പാരന്റ്സും കാണിക്കേണ്ടത്. അവരെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുക, നന്നായിട്ട് ഗൈഡ് ചെയ്യുക, നന്നായിട്ട് പാരന്റ് ചെയ്യുക. അതാണ് പാരന്റിങ്.
മാർക്ക് കുറഞ്ഞതുകൊണ്ട് വഴക്ക് പറയുന്നത് അസുഖം പിടിക്കുന്ന കുട്ടികളോട് അച്ഛനോ അമ്മയോ വഴക്ക് പറയുന്ന പോലെയാണ്. അവരെ ഹെൽപ്പ് ചെയ്യണം, അതാണ് അത്യാവശ്യം. ഈ ഒരു അവസ്ഥയിലേക്ക് ആണ് നമ്മൾ മാറേണ്ടത്. അതിന് ഓൺലൈൻ ഒരു വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കല്ല ചെയ്യണത്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഇപ്പം സാധാരണ ഗൾഫിലെ കുട്ടികളാണ് നടുവില് എന്റെ ശിക്ഷാ ജ്ഞാനം എന്ന ക്യാമ്പിന് വരാറുള്ളത്. 2018 വരെ ഞാൻ ക്യാമ്പ് നടത്തി. 2013 മുതൽ ഒരു 5 വർഷം, ഒരു 100-200 വർഷം പഴക്കമുള്ള ഒരു വീടുണ്ട് അവിടെ എനിക്ക്. നിങ്ങൾ ആരെങ്കിലും നടുവിൽ ഭാഗത്ത് പോവുകയാണെങ്കിൽ ചോദിക്കുക, ജ്ഞാനം DrTPS, അല്ലെങ്കിൽ ഒന്ന് എൻ്റെ ടെലിഫോണിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. ആ വീടൊന്ന് പോയി കാണും. ഒരു 10-30 പേർക്ക് താമസിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മിക്കവാറും ഗൾഫിലുള്ള കുട്ടികൾ, കാരണം ഗൾഫിലുള്ള എല്ലാ പ്രിൻസിപ്പൽമാർക്കും സെമിനാറിൽ ക്ലാസ് എടുക്കുകയും ആ ഓരോ സ്കൂൾസിലും പോയിട്ട് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയും അവിടെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ഒരു അറ്റാച്ച്മെന്റും കോണ്ടാക്റ്റും ഉള്ളത് കൊണ്ട് നല്ല കുട്ടികളൊക്കെ തുടർന്ന് പഠിക്കാൻ വേണ്ടി ജീവിതം എന്താണെന്ന് അറിയാം. അതാണ് ഞാൻ ഇൻ ലൈൻ വിത്ത് ലൈഫ് എന്ന് പറഞ്ഞത്. അതിനുവേണ്ടി അവർ വരാറുണ്ട്. അങ്ങനെ വരാറുള്ള കുട്ടികളും പുതിയ അത് പറഞ്ഞു കേട്ടിട്ടുള്ള കുട്ടികളും ഒക്കെ ചേർന്നിട്ട് ഇപ്പൊ ഈ വർഷം ആർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാ ദിവസവും എൻ്റെ കുട്ടികളെ ഞാൻ മെന്റർ ചെയ്യുന്നുണ്ട്. അവരെ അടുത്തറിയാൻ ഞാൻ അവരെ ഫിസിക്കലി കാണേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരാളെ മനസ്സിലാക്കാൻ അയാളെ ഫിസിക്കലി കാണേണ്ട കാര്യമുണ്ടോ? അയാളോട്ട് സംസാരിച്ചാൽ പോരെ. അയാളെ നേരിട്ട് കാണാം. എനിക്ക് സ്മെല് ചെയ്യാനൊഴികെ ബാക്കിയെല്ലാം ഇന്ന് സാധിക്കും. അതാണ് മൾട്ടിമീഡിയ. ആ അവസ്ഥയിലേക്ക് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ ഒരു ടീച്ചേഴ്സിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടത് മനസ്സാണ്, അതിന് വേണ്ടത് ടെക്നോളജിയാണ്. അതാണ് ഞാൻ ഹൂസ് ലൈഫ് ഗവൺമെന്റ് വിൽ ഡു ഇറ്റ്, സിസ്റ്റം വിൽ ഡു ഇറ്റ്, ടെക്നോളജി വിൽ ഡു ഇറ്റ്, ബട്ട് ടീച്ചേഴ്സ് ആർ നോട്ട് റെഡി ടു ഡു ഇറ്റ്. അത് മാറണം, അതാവണം. അക്കാഡമിക്സ് റവല്യൂഷൻ എവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. 4 വെബിനാറോ ലെക്ചറോ നടത്തിയിട്ട് കാര്യമില്ല. ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9447437948 10 ദിവസം കണ്ട് ടെക്നോളജിക്കലി യു ക്യാൻ ബിക്കം ദ ബെസ്റ്റ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനാകെ വേണ്ടത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്. ഞാൻ പറയുന്നത് ടീച്ചേഴ്സിന്റെ ഫിസിക്കൽ ക്ലാസ് റൂംസ് വേണ്ടാന്നല്ല, നന്നായിട്ട് അതിന്റെ ഗുണം അറിയുന്ന ഒരാളാണ്. കാരണം ടീച്ചിങ് ക്ലാസ് റൂംസ് എങ്ങനെ വേണം അറേഞ്ച്മെന്റ്സ് ഇൻ സിറ്റിംഗ് when you have a classroom, strategy of learning how it should be there, അതൊക്കെ പറയുന്ന സമയത്ത് അത് സപ്ലിമെന്ററി ആവണം, റെപ്പോസിറ്ററീസ് നന്നാവണം. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ പോവും ഈ ലോകത്തുനിന്ന്. ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം നിൽക്കുന്ന ഒരു കാലം വരും മിക്കവാറും എല്ലാ ക്ലാസ്സുകളും. എക്സെപ്റ്റ് പ്രോബബ്ലി എവിടെയൊക്കെ എക്സ്പെരിമെന്റ്സ് വേണോ അതിനല്ലാതെ ക്ലാസ്സുകളിൽ പോകേണ്ട കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം മാറും. ഇന്ത്യ മാറുമോ അല്ലെങ്കിൽ കേരളം മാറുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലോകം മാറും. ലോകം മാറിക്കഴിഞ്ഞു. പലയിടത്തും അങ്ങനെയാണ്. അസൈൻമെന്റ്സ് അങ്ങനെയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ മാനേജ്മെന്റ് പ്രൊഫസറായിട്ടും എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്ന കാലത്തും എൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡൻസ് ഞാൻ എടുക്കാറില്ല. കാരണം ഫിസിക്കൽ അറ്റൻഡൻസ് എനിക്ക് ബാധകമല്ല. എൻ്റെ ക്ലാസ്സുകൾ ഞാൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂട്യൂബിലിടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാം. ഫിസിക്കലായിട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ല. അത് മാത്തമാറ്റിക്സ് ആയാലും ഫിസിക്സ് ആയാലും ഇലക്ട്രോണിക്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ഇരിക്കാൻ ആവശ്യമില്ലാത്ത കുട്ടികൾക്ക് പക്ഷേ ഞാൻ കൊടുക്കുന്ന അസൈൻമെന്റ്സിന് ബിഫോർ ഈവനിങ് ഐ മസ്റ്റ് ഗെറ്റ് റിപ്ലൈ. അപ്പൊ അവര് അഡ്വാൻസ്ഡ് ആവണം, ക്വിക്ക് ആവണം, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാവണം. അതാണ് ചേഞ്ച് മാനേജ്മെന്റ്. ആ ചേഞ്ച് മാനേജ്മെന്റ് വിദ്യാഭ്യാസത്തില് ഉണ്ടാവേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അത് ബിഗിൻ വിത്ത് സ്മോൾ സ്റ്റെപ്സ് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ആ സ്റ്റെപ്പ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഞാൻ ഫോൺ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ഫോണിലല്ല സംസാരിക്കുന്നത്, കമ്പ്യൂട്ടറിലാണ്. ആ വാട്സപ്പ് മെസ്സേജുകൾ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ എനിക്ക് മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എത്ര നല്ലതാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ അത് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്തൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ക്വിക്ക് ആക്ഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ യു ആർ നെവർ ഗോയിങ് ടു ലേൺ. ഇത് വെറും ഒരു അക്കാഡമിക് പേപ്പർ വർക്കായിട്ട് നിങ്ങളുടെ ഒരു സെമിനാർ നടത്തി എന്ന് പറയാൻ വേണ്ടി മാത്രം നടത്തുന്നതായിട്ട് അവശേഷിച്ചു പോകും. കാരണം ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ കേൾക്കുന്നവരാണ്.
അവരുടെ റെസ്പോൺസ് ആണ് ആക്ച്വൽ പ്രൊഡക്ഷൻ. അക്കാഡമിക്സിൽ സാധാരണ പറ്റുന്ന ഒരു അബദ്ധം എന്താ അറിയോ? എൻ്റെ പണി ഞാൻ ചെയ്തു, അവർ തോറ്റത്, അവർ നന്നാവാത്തത് ആ കുട്ടികളെ ഒന്നിനും കൊള്ളാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കൊള്ളാത്തത്? അവർ ഗ്രാജുവേഷൻ പഠിച്ച കോളേജിൽ ഇതൊന്നും പതിവുണ്ടായിരുന്നില്ല, BEd മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഒരു സെമിനാറിലേ ഉണ്ടായിട്ടുള്ളൂ. ആരാ മാറ്റേണ്ടത്? സംബഡി ഹാസ് ടു ചേഞ്ച്. ജെയിൻ ജെയിംസ് പറഞ്ഞ പോലെ ബദൽ സംവിധാനം ആവാം ചിലപ്പോൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ മായ ടീച്ചർ പറഞ്ഞ പോലെ ഒരു അഡാപ്ഷൻ. ആ ഒറ്റപ്പെടലിൽ നിന്ന്, ഒറ്റപ്പെടലൊന്നുമില്ല, കാരണം ലോകം വളരെ ഓപ്പൺ ആണ്. ഈ ലോകം എവിടെയാ ഒറ്റപ്പെടൽ? ലോകത്തിൽ എല്ലാവർക്കും അന്യോന്യം കാണാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം. പക്ഷെ അതിൽ വളരെ മെജോറിറ്റി ആയിട്ട് പാർട്ട് വഹിക്കേണ്ട നമ്മുടെ മീഡിയയൊക്കെ വളരെ അബദ്ധമായിട്ട് നടക്കുന്ന വെറും തമാശകളും അല്ലെങ്കിൽ വെറും കഥകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയത് ആ കൾച്ചറും ആ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാത്തതുകൊണ്ടാണ്. ആ കൾച്ചറും ആറ്റിറ്റ്യൂഡും ജനങ്ങളിൽ ഉണ്ടാവുമ്പോൾ മീഡിയ അത് ഏറ്റെടുത്തുകൊള്ളും. കാരണം മീഡിയക്ക് വ്യൂവേഴ്സും ലുക്കേഴ്സും ആണ് വേണ്ടത്. ആ വ്യൂവേഴ്സ് ഇല്ലാത്തപ്പോൾ അവരുടെ റേറ്റിംഗ് കുറയുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ മാത്രം പറഞ്ഞ് സമയം കൊല്ലുന്നത്. എനിക്കറിയാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഹാഫ് ആൻ അവർ മീഡിയ ടൈം എന്ന് പറയുന്നത് 25,000 രൂപയാണ് മിനിമം, പ്രൈം ടൈമിൽ അല്ലാത്ത സമയത്ത്. അപ്പൊ അത്രയും കാശ് കൊടുത്തിട്ടാണ് അവർ ഒരു ദിവസത്തേക്കുള്ള ടൈം മേടിക്കുന്നത്, സാറ്റലൈറ്റ് ടൈം. അപ്പൊ അവർക്ക് ബിസിനസ് വേണമെങ്കിൽ വ്യൂവേഴ്സ് വേണം. എന്തുകൊണ്ടാണ് അക്കാഡമിക്ക് നല്ല ക്വാളിറ്റിയുള്ള ആക്ടിവിറ്റികളൊന്നും മീഡിയയിൽ വരാത്തത്? അത് മീഡിയക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, മീഡിയക്ക് ഒരു താല്പര്യമില്ല ഒരു കാര്യത്തിലും. വ്യൂവേഴ്സിന്റെ എണ്ണം നോക്കിയിട്ടാണ് അവർ പ്രോഗ്രാംസ് ഇടുക. അതുകൊണ്ട് ഒരു നാടിന്റെ കൾച്ചർ എന്തുകൊണ്ടാണ് അതില്ലാത്തത്? ഈ തെറ്റായിട്ടുള്ള സംഭവങ്ങൾ മാത്രം കേട്ട്, ആവശ്യമില്ലാത്തത് കേട്ടിട്ട് ജീവിതം നശിപ്പിക്കുന്ന ഒരു വർഗമായി മാറിയത് കൊണ്ടാണ്. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ്, വെൽബീയിങ് ഇൻഡെക്സ്, എത്രത്തോളം ആൾക്കാർ ഹാപ്പി ആണെന്നുള്ളതിന്റെ ഇൻഡെക്സ് നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം പാകിസ്ഥാനേക്കാളും മോശമാണ്. നേരെ ഡബിൾ, 140 നമ്മുടെ സ്ഥിതി. പാകിസ്ഥാൻ 67 കിടക്കണേ. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഹാപ്പി അല്ലാത്തത്? കാരണം സ്ഥിരമായിട്ട് നെഗറ്റീവ്സ് ആണ് കേൾക്കുന്നത്, ഗുണമുള്ള ഒരു കാര്യം കേൾക്കണില്ല. അത് മാറണം. എൻ്റെ മക്കളോട് ഞാനിത് പറയാൻ കാരണം അത് മാറി നന്മയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ആ ഒരു കൾച്ചറൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഐ എം 100% ഷുവർ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച്, കൾച്ചർ വിൽ ചേഞ്ച്, ന്യൂ നോർമൽ വിൽ ബിക്കം ആക്സെപ്റ്റൻസ് ടു അസ്. കോവിഡ് മോശമാണ്, എന്തിനാ ഇത് വന്നിരിക്കണേ, നമ്മളെ കഷ്ടപ്പെടുത്താൻ ഒരു 10 പേര് പറഞ്ഞാൽ വി വിൽ ഓൾസോ ഫീൽ ദാറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, യൂസ് ദിസ് ആസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഐ എം ഗോയിങ് ടു യൂസ് ഇറ്റ്. ഈ ഓപ്പർച്യൂണിറ്റിയെ ഞാൻ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടത്. ന്യൂ അക്കാഡമിക് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഗവർണറുടെ ഇനോഗ്രേഷന് ശേഷം അദ്ദേഹത്തിന്റെ ഒക്കെ ആയിട്ട് ഡിസ്കഷനിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ ആഴ്ചയിലും വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസർമാരും നമ്മളും ഒക്കെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാണ് എങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമുക്ക് ഇന്ത്യയിൽ മാറ്റാൻ പറ്റും. എത്ര എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത് താല്പര്യമുള്ളവരെന്ന് നോക്കട്ടെ. യു ജസ്റ്റ് സെൻഡ് എ മെസ്സേജ് ടു മീ. ഐ എം 100% ഷുവർ ഐ എം ഗോയിങ് ടു മേക്ക് യു പാർട്ട് ഓഫ് ദിസ് റീഡിഫൈനിങ് എഡ്യൂക്കേഷൻ. നിങ്ങൾ സാധാരണ സ്കൂളിൽ ടീച്ചേഴ്സ് ആവണമെന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദോഹയിലെ ഒരു 4ാം ക്ലാസ് വരെ മാത്രം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുത്തത്. അവിടുത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ LKG UKG പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളൊക്കെ പാസ്സായിട്ട് വലിയ ആൾക്കാരായിട്ട്, പ്രൊഫസർമാരായിട്ടൊക്കെ, സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് മാറും, പക്ഷെ നിങ്ങൾ അപ്പോഴും 4ാം ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ത് നാണക്കേടാ എന്റെ ടീച്ചറെ എന്ന് ചോദിച്ചു. ഷീ വാസ് ഫ്രം ലക്നൌയിലുള്ള ടീച്ചറാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, സർ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണ്, ഞാൻ ഈ ജോലി ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ജോലിയുണ്ട്, ഇവിടെയാണ് എനിക്ക് എൻ്റെ ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, ജസ്റ്റ് ക്വിറ്റ് ദ ജോബ്. അവര് ജോബ് ക്വിറ്റ് ചെയ്തു, ലണ്ടനിൽ പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, PhD കഴിഞ്ഞു അവര്. ഞാൻ ആ ക്ലാസ്സിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ചോദിച്ചൊരു ചെറിയൊരു ചോദ്യമുണ്ട്, അതൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവർ പഠിപ്പിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്നാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഫാളിംഗ് ഡൗൺ കണ്ടിന്യൂസ് ടെൻസ് ആണ്, അത് എഴുതുന്ന കാലത്ത് ഫാളിംഗ് ഡൗൺ ആണ്, ഇപ്പൊ അതെവിടെ കിടക്കണു? ആ ടീച്ചറുടെ നേരെ ബാക്കിൽ ഒരു നല്ലൊരു ബ്രിഡ്ജ് കിടക്കുന്നുണ്ട്, PKM എന്ന് പറയുന്ന കോളേജിൽ. ഇത് അഡ്മിനിസ്ട്രേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ആ ബ്രിഡ്ജ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് എഴുതിയിട്ടുള്ള ഒരു കവിത, അതും ആണ് ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത്. എത്ര വർഷം പഴക്കമുള്ള കവിതയാണിത്. ആ ബ്രിഡ്ജ് ഇപ്പോഴും അവിടെ ഉണ്ടോ? ലണ്ടൻ ബ്രിഡ്ജ് ഇപ്പൊ എവിടെയാ ഉള്ളത്? ഒരു 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അതിന് ആൻസർ ഇല്ല. എന്താ കാരണം? ഇതുവരെ ആലോചിച്ചിട്ടില്ല. ടീച്ചർമാർ ആലോചിക്കുന്നില്ലെങ്കിൽ എപ്പോഴാ കുട്ടികൾ ആലോചിക്കുക? അപ്പൊ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് വേണ്ടത് ചോദ്യം ചോദിക്കാനുള്ള കഴിവാണ്.
ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചറുടെ മനസ്സിൽ കൺസെപ്റ്റ് ഉണ്ടാവണം. മിന്നും മിന്നും താരകമേ, എന്തത്ഭുതമാണ് ഈ ദൃശ്യം, മീതേ മീതേ മാനത്ത് വൈഡൂര്യം പോൽ മിന്നുന്നു. അങ്ങനെ മലയാളത്തിലും നമ്മൾ ഏത് ഭാഷയിലാണോ പഠിപ്പിക്കുന്നത് ആ ഭാഷയിലേക്ക്, ഞാൻ തെലുങ്കിലും മലയാളത്തിലും ഒക്കെ എല്ലാ ഭാഷകളിലും നമ്മൾ കുട്ടികളെ ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു യാന്ത്രികത നമ്മളിൽ ഉണ്ടാവാണ്ടിരുന്നാൽ മതി. യന്ത്രം ഉപയോഗിക്കുമ്പോഴും യാന്ത്രികത മനുഷ്യനിൽ കയറാണ്ടിരുന്നാൽ മതി. അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരാളാണ്. പക്ഷെ അതേ സ്ഥലത്ത് പോയിട്ട് മൾട്ടിമീഡിയ ടീച്ചേഴ്സിന്റെ ക്ലാസ് എടുത്തു യൂണിവേഴ്സിറ്റി സെന്ററിൽ എല്ലാ ടീച്ചേഴ്സിനും. എഡ്യൂക്കേഷൻ മാറുന്നേ ഇല്ല എപ്പോ നോക്കിയാലും. പക്ഷെ ആ എഡ്യൂക്കേഷൻ കാലവും സ്ഥലവും അനുസരിച്ച് ടൈമും ടെക്നോളജിയും മാറുന്നതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാവണം. എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ്. മാൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ്. എർത്ത് എന്നുള്ള സങ്കല്പത്തെ വേൾഡ് എന്നുള്ള സങ്കല്പത്തിലേക്ക് ഡെവലപ്മെന്റും പ്രോഗ്രഷനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് എഡ്യൂക്കേഷനാണ്. ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേബിഹീന പശുഭിസമാന. ജനിച്ചതുപോലെ ജീവിക്കാനല്ല, ഡെവലപ്പ് ചെയ്യാനാണ്. നോളജ് കൊണ്ട് പ്രോഗ്രഷനിലേക്ക് പോകാൻ കഴിവുള്ള ഏക ജീവി അത് മനുഷ്യനാണ്. ജ്ഞാനേബിഹീന, അതില്ലാത്തൊരാൾ മൃഗത്തിന് തുല്യമാണ്. വേൾഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ നിങ്ങൾക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൃഗമാണ്. പഠിക്കാത്തൊരു അവസ്ഥയിൽ പഠിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഫെസിലിറ്റി, ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡിനലി യു ആർ എ ഹ്യൂമൻ ബീയിങ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, മനുഷ്യനെ പോലെ പോകുന്നൊരു മൃഗം എന്ന് പറയുന്നത്. അതാവരുത്. അതാവാണ്ടിരിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ ഹാസ് ടു ബി പാർട്ട് ഓഫ് ദ ഡെവലപ്മെന്റ് പ്രോസസ് ഇൻ ദ വേൾഡ്. അതാവണമെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ടെക്നോളജി വരണം. അതില്ലാത്തത് കൊണ്ടാണ് ഇൻഫോസിസ് പോലെയുള്ള കമ്പനികളിൽ ഗ്രാജുവേറ്റ്സിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയും ബിടെക്കുകാരെയും, നാളെ ഞാൻ ബിടെക്കുകാർക്കാണ് ക്ലാസ് എടുക്കുന്നത്, ഹൗ ടു ബിക്കം എ പ്രൊഫഷണൽ എഞ്ചിനീയർ എന്നാണ്. എന്താ കാരണം? ബിടെക് പഠിച്ചാലും അവർ എഞ്ചിനീയർ ആവുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സാണ് പഠിപ്പിക്കണേ. IAS 20 ലക്ഷം പേര് എക്സാം എഴുതിയാൽ 100 പേരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പ്രിലിംസ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അതിന്റെ സിലബസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്റെ കുട്ടികളുണ്ട് കുറെ പേര്. ഇതിനകത്ത് സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് 10ാം ക്ലാസ് ആണ് സിലബസ്. എന്നിട്ട് എന്തുകൊണ്ട് പിള്ളേർ തോറ്റു പോകുന്നു? കാരണം 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുമ്പോൾ മാർക്ക് കിട്ടാനാണ് പഠിപ്പിക്കുന്നത്. അതേ സിലബസിൽ 4 ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് സിവിൽ സർവീസിൽ 100ൽ 20 മാർക്ക് A+ എല്ലാ വിഷയത്തിലും കിട്ടും. ഒരു നല്ലൊരു MLA പ്രോഗ്രാമിൽ 400 പേർക്ക് A+ കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ ആലപ്പുഴയിലൊക്കെ പൊൻതൂവൽ എന്ന് പറഞ്ഞിട്ട് KC വേണുഗോപാലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. 3000 കുട്ടികൾക്കാണ് A+. അതിനൊക്കെ സമ്മാനം കൊടുക്കാനും പ്രഭാഷണത്തിനും പോകാറുള്ള ഒരാളാണ്. വന്ന ഒരു കുട്ടിയോട് സ്റ്റേജിൽ ഇംഗ്ലീഷിലും A+ ഒക്കെ ഉണ്ട്. സർക്കിളിന്റെ സ്പെല്ലിംഗ് ചോദിച്ചു. SIRKLE എന്നാ പറഞ്ഞത്. SIRKLE എന്ന് എഴുതിയാലും മാർക്കിന് കൊടുക്കും. കാരണം ടീച്ചർമാർക്കും ചിലപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് തോന്നാറുണ്ട് എനിക്ക്. അതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് നിങ്ങളുടെ മാർക്കല്ല, ക്വാളിഫിക്കേഷൻ അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല എബ്രോഡ് യൂണിവേഴ്സിറ്റികളിലും ഈ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും നോക്കാതെ MITയിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട്. 2014 തോന്നുന്നു, 6 കൊല്ലം മുമ്പാ. അവന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല MITയിൽ അഡ്മിഷൻ കിട്ടിയത്. ഓൺലൈനായിട്ട് കുറേ കോഴ്സുകൾ അവൻ ചെയ്തിട്ടുണ്ട്. എഡെക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് അവൻ MITയിൽ അഡ്മിഷനുള്ള കോഴ്സുകൾ ചെയ്തത്. ആ സപ്ലിമെന്ററി ഓൺലൈൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും MIT ഗേവ് ലോട്ട് ഓഫ് ഫെലോഷിപ്പ്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് മാറേണ്ട കാലമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ലോകം മാറി. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഴ്സൺസ് ലൈഫ്. ഇറ്റ്സ് യുവർ ബർത്ത് റൈറ്റ്. അത് ദാരിദ്ര്യം കൊണ്ട് വേണ്ടാന്ന് പറയേണ്ട ഒരാളല്ല. എവറി ഇൻഡിവിജ്വൽ ക്യാൻ ആസ്പയർ ആൻഡ് ഗെറ്റ് ഇറ്റ്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാം. ഒരു പൈസ പോലും ഫീസ് കൊടുക്കാതെ ഫ്രീ പ്രോഗ്രാംസ്. എന്തുകൊണ്ട് അഡാപ്റ്റ് ചെയ്യുന്നില്ല? കാരണം വി ഹാവ് നോട്ട് ചേഞ്ച്ഡ്, വി ഹാവ് നോട്ട് എക്യുപ്ഡ്. ആ എക്യുപ്മെന്റ് ആണ് നമ്മളിലേക്ക് വേണ്ടത്. ഇഫ് യു ക്യാൻ 100% യു ക്യാൻ ഡു ദാറ്റ്, ഇറ്റ് ഈസ് സിംപ്ലി പോസിബിൾ.
13 യൂണിവേഴ്സിറ്റികൾ ലണ്ടനിൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. പക്ഷെ അവരൊക്കെ ഓൺലൈനിലേക്ക് മാറും. ഹാർവാർഡും MITയും ഓൺലൈൻ കോഴ്സുകൾ പാടില്ല, അല്ലെങ്കിൽ അവർക്കുള്ള വിസ കൺട്രോളുകൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ സമയത്ത് ദേ വെന്റ് ഫോർ എ കേസ് ബിക്കോസ് ഓൺലൈൻ ഹാസ് ടു ബി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരം പ്രോഗ്രാമുകൾ പൊളിറ്റിക്സിലും സിസ്റ്റത്തിലും നടന്നില്ല എന്ന് വരും. പക്ഷെ അക്കാഡമിക്സിലാണ് അവിടെ നടക്കുന്നത്. ഇവിടെ തിരിച്ചാണ്, അക്കാഡമിക്സിൽ നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. ആ അക്കാഡമിക്സ് പവർഫുൾ ആയിട്ട് അഡ്മിനിസ്ട്രേഷനെതിരെ അക്കാഡമിക്സ് പോവാണ് അവിടെ. കാരണം അത് ആക്ടിവിറ്റി ആക്കണം. കണക്ടിവിറ്റി ഒന്നൊരു പ്രോബ്ലം അല്ല ഈ ലോകത്ത്. കണക്ടിവിറ്റി ഇല്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഡു ഇറ്റ്, ഗെറ്റ് ഇൻ ടു ദാറ്റ് പ്ലേസ്. ദർ ഇസ് എ ഡിമാൻഡ്. ഐ ആം ഷുവർ കണക്ടിവിറ്റി വിൽ കം. എഡെക്സ് ഉണ്ട്, അൺ അക്കാഡമി ഉണ്ട്, കോഴ്സറ ഉണ്ട്, ഖാൻ അക്കാഡമി ഉണ്ട്, ഉഡാമി ഉണ്ട്, ബൈജു ഉണ്ട്, കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ നടക്കണം. ടീച്ചേഴ്സിന് വീട്ടിലിരുന്നിട്ട് സാധാരണ സ്കൂൾസിലും കോളേജസിലും ഏൺ ചെയ്യുന്നതിനേക്കാളും ഏൺ ചെയ്യാം. സി, ഓൺലൈൻ അക്കാഡമിക്സ് പോകുമ്പോൾ യു ക്യാൻ സിറ്റ് അറ്റ് ഹോം ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ് ക്ലാസ്സസ് ആൻഡ് ഏൺ മോർ ദാൻ വാട്ട് യു ആർ ഏണിംഗ്. ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ചിട്ട് മലപ്പുറത്തുള്ള ടീച്ചർമാർ ക്ലാസ് എടുക്കുന്ന വീഡിയോ ഇപ്പൊ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇല്ലെങ്കിൽ പറയൂ, ഞാൻ അയച്ചു തരാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ അമൃത ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ എന്നെ കോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ റെക്കോർഡിങ്ങിന് വരണം. ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല, ഞാനിപ്പോൾ ഹൈദരാബാദിലുള്ളത്. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് ടു ട്രാവൽ. അപ്പൊ ഞാൻ പറഞ്ഞു യു ഹാവ് ടു ചേഞ്ച്. ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്താലും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഓഡിയൻസിനെ ഇന്റർവ്യൂ ചെയ്യാനും അവർക്ക് വേണ്ടത് ഒരു ഡിസ്കഷനാണ്. ആ ഡിസ്കഷൻ എന്തുകൊണ്ട് വളരെ മൂല്യവത്തായിട്ടുള്ള നല്ല ഒരു ടെക്സ്റ്ററൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്റ്റുഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ആകെ ഫ്ലവേഴ്സിനും 24 ചാനലിനും മാത്രമേ ഉള്ളൂ ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ചിട്ടുള്ള സ്റ്റുഡിയോ. അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലുണ്ടാകുന്ന മലപ്പുറത്ത് ചില ടീച്ചർമാര് ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ചിട്ട് ആനയെ ക്ലാസ്സിൽ കൊണ്ടുവരികയും ഒക്കെ സാധിച്ചു തുടങ്ങി. സോ മൾട്ടിമീഡിയയിലേക്ക് മാറണം. കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMMRC എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ, മുമ്പ് AVRC എന്നായിരുന്നു, ഓഡിയോ വിഷ്വൽ റിസർച്ച് സെന്റർ. അവിടെ ആ ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിൽ ഞാൻ ക്ലാസ് എടുത്ത് രാത്രി 12 മണി വരെ ഷൂട്ടിംഗ് നടത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ സബ്മിറ്റ് ചെയ്താലേ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ബുദ്ധിമുട്ടിയ ടീച്ചേഴ്സാണ്. അന്ന് ആ കാലത്ത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് റോക്ക് ചെയ്യാമായിരുന്നു. ദേ വുഡ് ഹാവ് ബിക്കംസ് ആക്ച്വലി ദ റോൾ മോഡൽസ് ഫോർ അതർ ടീച്ചേഴ്സ്. എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് യു ആർ നോട്ട് ചേഞ്ചിങ്. ആ ചേഞ്ച് ആണ് ആവശ്യം. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ ഓൺലൈൻ ഹാസ് ടു ബിക്കം ഇൻ ലൈൻ വിത്ത് ലൈഫ് എന്ന് പറയാൻ കാരണതാണ്. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് ആദ്യത്തെ 49 ദിവസം FBയിൽ ലൈവായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ICPR എഡ്യൂക്കേഷൻ സെഷൻസ് ഏകദേശം 5-10 നടത്തിയിട്ടുണ്ട്. എൻ്റെ സുഭാഷിതങ്ങളും ഗീതാ ക്ലാസ്സുകളും ഒരു 10-30 ഞാൻ റെക്കോർഡ് ചെയ്തു. A to Z ഓഫ് ലൈഫ്, ഓരോ ലെറ്റർ A മുതൽ Z വരെ എടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് ആ വാക്കുകൾ Aയിൽ തുടങ്ങുന്നത് മാത്രം ഒരു ദിവസം, അങ്ങനെ 26 യൂട്യൂബുകൾ ഇട്ടു. വെബിനാറുകൾ ഒരു 10-15 നടത്തി. സ്കൂൾ സെഷൻസ് കുറെ 5 എണ്ണത്തിലധികം ദുബായിലും റാസൽ ഖൈമയിലൊക്കെ ഉള്ള സ്കൂൾസ്. വെർച്വൽ ക്യാമ്പ് ഇപ്പൊ മോക്ഷം നടക്കണം. ഇതാണ് ആദ്യമായിട്ട് B.Edൽ ചെയ്യുന്നത്. വളരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു കോളേജ് ഈ ഒരു റിക്വയർമെന്റ് വെച്ചിട്ട് ഇത്തരം ഒരു പ്രോഗ്രാമിന് ഇനീഷ്യേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മൊബൈലിലേക്ക് കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഐ വിൽ ലുക്ക് ത്രൂ ദാറ്റ്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ആൻഡ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര സമയം വേണോ അത്ര സമയം ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. പക്ഷെ എഡ്യൂക്കേഷൻ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഐ എം സോ ഹാപ്പി. എത്രയോ കുട്ടികൾ ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഐ എം വെരി വെരി ഹാപ്പി. അപ്പൊ മടമ്പം കോളേജിലെ എൻ്റെ B.Ed സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ മോശമല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും വന്നത്. പലയിടത്തും കേരളത്തിൽ വരാറില്ല. സോ ഐ സല്യൂട്ട് ഓൾ ഓഫ് യു ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ദാറ്റ് മോട്ടിവേറ്റ്സ് മീ ടു ഡു മോർ. നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ ആണ്, ഗൈഡൻസ് ആണ് ആവശ്യം. ആ ഗൈഡൻസും ഇൻസ്പിറേഷനും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് അത്യാവശ്യം. ആ വീഡിയോ ലിങ്ക് ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. എന്തിനാ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ആരോ ചെയ്തു എന്ന് പറയുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, കോളബിൾ റൊട്ടീൻസ് അവൈലബിൾ ആണ്, ആപ്പ് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇഫ് യു ആർ e-learning multimedia teaching contributes to the development of the people's behavior. ആ ബിഹേവിയർ പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള ബിഹേവിയർ ആവണമെന്നില്ല. ആ ബിഹേവിയറൽ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും.
And that has to be the focus of B.Ed program and M.Ed program. ആ പ്രോഗ്രാം ഇല്ലെങ്കിൽ we will not change. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, മലപ്പുറം ഭാഗത്തൊക്കെ കുറേ ഡയറ്റിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ. They are appreciating what is happening at least. ആ ടീച്ചേഴ്സിന്റെ കുറച്ചൊരു കോൺട്രിബ്യൂഷൻ എപ്പോഴോ കിട്ടുന്ന ഒരു സ്പാർക്കാണ് പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചാടി പിടിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് വളരെ എഫക്റ്റീവും ആകുമ്പോൾ ഐ ആം ഷുവർ ഞാനിപ്പോ പറയുന്ന വാക്കുകൾ ഇറ്റ് ഗോസ് ഇൻ ടു യുവർ ഹാർട്ട്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എത്തുന്നുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്നത് ബുദ്ധിപരമായിട്ടല്ല, മാനസികമായിട്ടാണ്. എപ്പോഴാണ് ഒരു നല്ല ടീച്ചറാവുന്നത്? മിടുക്കുകാട്ടും ചിലർ. നല്ല പോലെ മിടുക്ക് കാട്ടുന്നവർക്കേ നല്ല ടീച്ചറാവാൻ പറ്റൂ. ചിലർക്ക് മിടുക്കതന്യന്നു മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിലുള്ള സംഭവങ്ങൾ അതുപോലെ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന മിടുക്കും കൂടി ഉണ്ടാവണം. പഠിക്കാനുള്ള മിടുക്കുണ്ടാവണം, അത് മാത്രം പോരാ. മിടുക്കു കാട്ടും ചിലർ, പഠിക്കാനുള്ള മിടുക്ക് കാട്ടുക. അത് ചിലർക്ക് മിടുക്കതന്യന്നു മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള മിടുക്കുണ്ടാവണം. പടുത്വം ഈ രണ്ടുമുള്ള വിദ്വാൻ, ഈ രണ്ട് കഴിവുകളുമുള്ള വിദ്വാൻ നടക്കണം ശിക്ഷകവര്യനായി എന്നാണ് ഡെഫിനേഷൻ. ടീച്ചർ എഡ്യൂക്കേഷന്റെ ബേസിക് ഡെഫിനിഷൻ മലയാളത്തിൽ പറഞ്ഞാൽ ഇതാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഇത് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത്. എടോ തനിക്ക് അതിനുള്ള കഴിവുണ്ടോ, താൻ നല്ല ഗുരുവായിട്ട് മാറും, നല്ല ടീച്ചറായിട്ട് മാറും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് പാടി തന്നിട്ടുള്ള സംഭവമാണ്. നമ്മൾ പഠിക്കാൻ കഴിവുള്ളവരായിട്ട് നല്ല ടീച്ചർ ആവണമെന്നില്ല, നല്ല നോളജ് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. അത് മനസ്സിലെത്തി മനസ്സിന്ന് മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ. അത് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ടീനേജേഴ്സ് 10ാം ക്ലാസ് വരെ. പക്ഷെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവർക്കറിയാം ഈ ടീച്ചർക്ക് വിവരമില്ല, ഒറ്റ സബ്ജക്റ്റേ അറിയുള്ളൂ. കാരണം നിങ്ങൾ ഗ്രാജുവേഷൻ ആകുന്ന സമയത്ത് എനിക്ക് ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് സോഷ്യൽ സയൻസ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, മാത്സ് അതെനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ സയൻസ് പഠിച്ചത്. അങ്ങനെ ആവരുത്. കാരണം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയവും അറിയാം, നിങ്ങൾക്ക് ഒരു വിഷയം അറിയുള്ളൂ. സോ യു ആർ ജൂനിയർ ടു ദം, യു ആർ ഇൻഫീരിയർ ടു ദം. അവരുടെ സുപ്പീരിയർ ആവണമെങ്കിൽ ആ വിഷയവും എനിക്കറിയാം, അവരുടെ ലെവലിലെങ്കിലും എന്നെത്താൻ സാധിക്കണം. അതിന് ടീച്ചേഴ്സ് പഠിക്കണം. ഏത് ക്ലാസ്സിലാണോ പോകുന്നത് ആ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എന്തൊക്കെ വിവരമുണ്ടോ അതൊക്കെ അറിയണം. ഇനി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇൻ ദ ടെക്നോളജി ഡെവലപ്മെന്റ് ഇറ ലൈക്ക് ദിസ്, നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ ടെക്നോളജി അറിയും. അപ്പൊ ഇന്ന് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ പോകുമ്പോൾ ആ ടെക്നോളജി അറിയാതെ പോയാൽ you will become so inferior. And when online class, what is the biggest problem? In your classroom കുട്ടികൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ അത് കേൾക്കാൻ അവരുടെ പാരന്റ്സും റിലേറ്റീവ്സും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. ആൻഡ് ഇറ്റ് ഗോസ് ഇൻ റെക്കോർഡ്. അപ്പൊ നിങ്ങൾ മിസ്റ്റേക്ക് പറയുന്ന സമയത്ത് ദാറ്റ് ഗെറ്റ്സ് റെക്കോർഡഡ്. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. സ്റ്റുഡൻസ് നോ മോർ സബ്ജക്ട്സ്, ദേ നോ മോർ ടെക്നോളജി, ആൻഡ് യു ആർ ബീയിങ് വാച്ച്ഡ്. അതുകൊണ്ട് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഇഫ് യു വാണ്ട് ടു ബിക്കം ടീച്ചേഴ്സ്, യു വിൽ ഹാവ് ടു ബി വിത്ത് ടെക്നോളജി. ഡിസ്റ്റൻസ് ലേണിംഗ്, സൈബർ ലേണിംഗ്, ഹോം സ്കൂളിംഗ്, ബ്ലെൻഡഡ് ക്ലാസ് റൂംസ്, ഓൺലൈൻ പബ്ലിക് എഡ്യൂക്കേഷൻ, ഇ ലേണിംഗ്, മൊബൈൽ ലേണിംഗ്, എം ലേണിംഗ്, കൊളാബറേറ്റഡ് വിത്ത് ഓൾ ദറ്റ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇമെയിൽ, വിക്കി സ്പേസ്, യൂട്യൂബ്, എന്തൊക്കെയുണ്ടോ എല്ലാം ഉപയോഗിക്കാൻ പഠിക്കണം. ബ്ലാക്ക് ബോർഡുകളും വൈറ്റ് ബോർഡുകളൊക്കെ എടുത്ത് കളയാം. പ്രൊജക്ടറും ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സും സ്ലൈഡ് പ്രൊജക്ടേഴ്സും പവർ പോയിന്റ് അല്ല വേണ്ടത്. ഐ ഡോണ്ട് റിക്വയർ എ പവർ പോയിന്റ് ടു ടോക്ക്, ഐ വാണ്ട് പവർഫുൾ പോയിന്റ്സ്. പവർഫുൾ പോയിന്റ്സ് ഇല്ലാത്തവൻ പവർ പോയിന്റുമായിട്ട് നടക്കും. They only know to read from the PowerPoint. You must change. You must get into audio, video, multimedia, visual. ഇന്നത്തെ കുട്ടികൾക്ക് ആ കഴിവുണ്ട്. എൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ടി വിയിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അമ്മ പറയുന്ന വഴക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, മറ്റേ ചെവിയിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ചാറ്റ് നടക്കുന്നുണ്ടാവും. അതിനിടയിൽ ടി വിയിൽ പ്രോഗ്രാം വരുന്ന സമയത്ത് അത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. മക്കൾക്ക് മൾട്ടിമീഡിയ ഫെസിലിറ്റി ഉണ്ട്, അവൈലബിൾ ആണ്. കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ ജീവിച്ചിരിക്കുന്നതും ജനിച്ചിരിക്കുന്നതും AD-യിലാണ്, എന്നെ പോലെ BC-യിലല്ല. ഈ പഴയ ആൾക്കാരൊക്കെ ജനിച്ചിട്ടുള്ളത് BC-യിലാണ്, ബിഫോർ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇന്നത്തെ കുട്ടികളൊക്കെ AD-യിലാണ്, ആഫ്റ്റർ ഡിജിറ്റൽ ആണ്. സോ ദേ ആർ ബോൺ ഇൻ ഡിജിറ്റൽ വേൾഡ്. സോ ഫോർ ദം ഇറ്റ് ബിക്കം സോ ഈസി. കരതലാമലകം പോലെ പറ്റും. അത് പറ്റാത്തവരാണ് ഇത് വലിയൊരു കിറാമുട്ടിയാണ്, ഇത് വലിയൊരു സപ്ലിമെന്ററി സിസ്റ്റം ആണ്, ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണ്, ഈ യന്ത്രയുഗങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് ജീവിതം. അതിലേക്ക് മാറാൻ സാധിക്കുന്നെങ്കിൽ യു ആർ നോട്ട് ഇൻ ദിസ് വേൾഡ്.
ഹൗ വാട്ട് ഈസ് ടു ബി ഡൺ, ദാറ്റ് യു മസ്റ്റ് തിങ്ക്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും എല്ലാം നന്നാക്കാൻ ഓൺലൈൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിന് നല്ലൊരു എഫക്റ്റീവ് ടീച്ചർ വേണം, നല്ലൊരു റോൾ മോഡൽ വേണം, നമ്മൾ വളരെ പ്രസന്റബിൾ ആവണം, എക്സ്പെക്ടേഷൻസും എക്സ്പെരിമെന്റേഷൻസും ഒക്കെ സാധിക്കണം. സാക്ഷാത് അനുഭവദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിതഃ ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് വേണ്ടത്. അത് എക്സ്പീരിയൻസ് ചെയ്യണം. തിങ്ക് ബിഫോർ യു ടോക്ക്. അത് പാർട്ട് ഓഫ് ലൈഫാണ്. മേക്ക് ഗുഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് വേർ യു ക്യാൻ ഡിസ്കസ് ആൻഡ് ഡെവലപ്പ് യുവർ സെൽഫ്. വളരെ ഈസിയാണ് ഓൺലൈൻ. ഇന്ന് വളരെ എളുപ്പം നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെ അടുത്തും പോയിട്ട് യാത്ര ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. യൂസ് ഓൾ ദ റിസോഴ്സസ്. വളരെ വളരെ ഹാൻഡി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഇന്നലെ ഇഫ് യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ടുമാറോ ഓൺലി, ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ എനിക്ക് ഇന്നും വേണം നാളെയും വേണം എന്നുള്ള ധാരണ വരുമ്പോഴാണ് ന്യൂ നോർമലിലേക്ക് നമ്മൾ അഡാപ്റ്റബിൾ ആവാത്തത്. അല്ലെങ്കിൽ ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. ആ അഡാപ്റ്റബിലിറ്റി ഉള്ളവനാണ് ഈ ലോകത്തിന് ഫിറ്റ് ആയിട്ടുള്ള മനുഷ്യൻ. ഞാൻ അഡാപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു പോവും ബ്ലാക്ക് ആൻഡ് ബോർഡിലും വൈറ്റ് ചോക്കിലേക്കും. അതാവരുത്. ചെറിയ കുട്ടികൾ ഉള്ള വീടുകളിൽ നിന്ന് ഇന്നലെ ഒരു പൈലറ്റിന്റെ, പണ്ടത്തെ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഇപ്പോൾ ഇൻഡിഗോയിലെ പൈലറ്റാണ്. അവന്റെ വീടിന്റെ ഞാൻ ഒരു വാസ്തു അസ്ട്രോളജി ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് ചെറിയ കുട്ടി അടുത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അവൻ പോന്ന് പറഞ്ഞിട്ടൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു മൊബൈലില് ബേർഡ്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കാവും, മിണ്ടാണ്ടിരുന്നോളൂ. നമുക്കറിയാം എങ്ങനെ കുട്ടികളെ അനങ്ങാണ്ടിരുത്തണമെന്ന്. നിങ്ങൾ എനിക്കൊരു 300 കുട്ടികളെ കൊണ്ടുത്താ 3 വയസ്സുള്ള, എത്ര മണിക്കൂർ വേണമെങ്കിലും അവരെ മിണ്ടാണ്ടിരുത്താലോ ഞാൻ. കാരണം അതിനുള്ള ടെക്നോളജീസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ മിണ്ടാണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഐ കീപ് ടോക്കിംഗ് ടു യങ് ടീച്ചേഴ്സ്, നോ, ഈ LKG UKG ടീച്ചേഴ്സ്, കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഷൗട്ട് ചെയ്താൽ ആരാ കീപ് ക്വയറ്റ് ചെയ്യുക? സോ യു ഹാവ് ടു ബിക്കം റോൾ മോഡൽ. ദാറ്റ്സ് വെരി സിമ്പിൾ. ദാറ്റ്സ് എ വേ ടു മേക്ക് യുവർ ചിൽഡ്രൻ ടു അഡാപ്റ്റ് ടു ടെക്നോളജി. അവര് വളരെ എളുപ്പം പഠിക്കും. അതുകൊണ്ട് ഒരു ബോസി ആറ്റിറ്റ്യൂഡ് പാടില്ല, ടീച്ചേഴ്സിന് ഈഗോ പാടില്ല, എപ്പോഴും അവൈലബിൾ ആവണം. നൗ ടീച്ചേഴ്സ് ഹാവ് നോ ടൈമിംഗ്. 6 മണിക്കൂർ എന്നൊന്നുമില്ല. എനിക്ക് വരുന്ന മെസ്സേജുകൾ ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് 24 hours ഐ ഹാവ് ടു ബി ദർ. കാരണം അമേരിക്കയിൽ പകലാവുമ്പോൾ ഇവിടെ രാത്രിയാ. അപ്പൊ എന്റെ കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തുമാണ്. ഓൺലൈൻ ആവുന്ന സമയത്ത് അതാണ് സ്ഥിതി. യു ഹാവ് ടു ബി അവൈലബിൾ. ഒരു കോൺസ്റ്റന്റ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഓരോരാൾക്കും. എത്ര മെസ്സേജുകളാണ് ഞാൻ ഒരു ദിവസം അയക്കാന്നറിയോ? മൈ ടീച്ചർക്ക് അറിയാം, ഒരു മെസ്സേജ് വന്നാൽ ഐ വിൽ ക്വിക്ക്ലി റിപ്ലൈ. എത്ര പേരോടാ ചെയ്യുന്നത്? വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ടല്ല. ഐ ഹാവ് ഗോട്ട് നിയർലി 1 lakh contacts with me and I keep contact with all of them. അവരോടൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ എന്ത് ചെയ്യണം? അസൈൻമെന്റ്സ് 60 കുട്ടികൾക്കും കൊടുക്കുന്നത് 60 ഡിഫറെന്റ് അസൈൻമെന്റ്സ് ആണ്. ആ അസൈൻമെന്റ്സ് മനസ്സിൽ ചിന്തിച്ച് ഡിഫറെന്റ് വിഷയങ്ങളിൽ അവർക്ക് ഏതാണോ താല്പര്യം അത് അസൈൻ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാ കൊടുത്ത് വെറുതെ പറയുന്നതല്ല എൻ്റെ മക്കളെ. ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള അബുദാബിയിലുള്ള 8ാം ക്ലാസ് മുതൽ മാത്രമേ എലിജിബിൾ ഉള്ളൂ എന്ന് പറഞ്ഞാല് ഒരു കുട്ടി, കണ്ണൂരുള്ള ഒരു കുട്ടിയാണ്, രാജീവ് എന്ന് പറയുന്ന കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ബാച്ചിൽ പാസ്സായിട്ടുള്ള രാജീവന്റെ മകള്. അവള് ഞാൻ 8ാം ക്ലാസ് എലിജിബിൾ ഉള്ളൂ എൻ്റെ ഒരു പ്രോഗ്രാമിൽ ചേരാന്ന് പറഞ്ഞ സമയത്ത് ഐ ആം ഇൻ 7th ബട്ട് ഐ വാണ്ട് ടു ട്രൈ വെദർ മൈ സർ വിൽ ടേക്ക് മീ ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അയച്ചു എനിക്ക്. ഐ സെഡ് യു ആർ ഇൻ. ഉടനെ ഞാൻ സൂമിൽ വിളിച്ചിട്ട് അവൾക്ക് കൊടുത്ത അസൈൻമെന്റ്സ് എന്താണെന്ന് ഞാൻ അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഈ കുട്ടികൾ ടീച്ചർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഒന്ന് കാണണം. അത് കണ്ടാൽ മനസ്സിലാവും ഡോക്ടർ TP ശശികുമാർ, ഡോക്ടർ DrTPS എങ്ങനെയാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്. സോഷ്യൽ സ്റ്റഡീസ് ആണ് പഠിപ്പിച്ചത്, ഹിസ്റ്ററി ആണ് പഠിപ്പിച്ചത്. ഞാൻ സിവിൽ സർവീസിന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും എനിക്കറിയാം. അത് വളരെ ഈഗോയോടുകൂടി, അത് ഈഗോ ആണെങ്കിൽ ഈഗോ, കാരണം അത് മനസ്സിൽ അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയിട്ട് 10 ദിവസത്തെ ക്യാമ്പ് നടത്തും കുട്ടികൾക്ക്. 9ാം ക്ലാസ് 10ാം ക്ലാസ് 11ാം ക്ലാസ് കംപ്ലീറ്റ് പഠിപ്പിക്കും വിഷയങ്ങൾ. ഞാൻ റിട്ടയർമെന്റ് 2009 ശേഷം പാലക്കാട് വന്നിട്ട് ഏറ്റവും മോശം കുട്ടികളെ സെലക്ട് ചെയ്തിട്ട്, ഏറ്റവും മോശം 90 കുട്ടികളെ, ഇംഗ്ലീഷ് ഒരു വാക്കറിയില്ല, മലയാളം മീഡിയത്തിലാണ് പഠിക്കണേ. എല്ലാ ടീച്ചേഴ്സും പാരന്റ്സും പറയും എൻ്റെ മക്കൾ തോറ്റു പോകും, ഒന്നിനും കൊള്ളില്ല. അവരെ പിടിച്ചെടുത്തിട്ട് ഞാൻ തുടങ്ങിയൊരു പ്രോഗ്രാമാണ് ഐക്കോൺ, DrTPS ഐക്കോൺ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒന്ന് തപ്പി നോക്കൂ.
നിങ്ങൾ കാണും ഞാൻ എന്താ ചെയ്തതെന്ന്. അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാൻ ഗോവയ്ക്കാണ് കൊണ്ടുപോയത്. ഗോവയുടെ ബീച്ചിൽ വിട്ടിട്ട് അവരോട് പറഞ്ഞു 3 ദിവസം നിങ്ങൾക്ക് ഗോവ ബീച്ചിൽ കാണുന്ന എല്ലാവരും ഇന്റർവ്യൂ ചെയ്യാം. ഏത് ഭാഷയിൽ ഇന്റർവ്യൂ ചെയ്യും? ഗോവയിൽ വരുന്നവരൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വരുന്നവരാണ്. അവരോട് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന് ഞാൻ ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തു. അത് മലയാളത്തിലാണ് എഴുതി കൊടുത്തത്. അത് വെച്ചിട്ട് അവർ ചോദ്യം ചോദിക്കും. പക്ഷെ ഉത്തരം പറയുമ്പോൾ വാട്ട്സ് യുവർ നെയിം മാം എന്ന് ചോദിക്കുമ്പോൾ എലിസബത്ത് എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കും സ്പെല്ലിംഗ് പ്ലീസ്, കാരണം എഴുതണേ. വിച്ച് ലാൻഡ് യു ആർ കമ്മിങ് ഫ്രം, വിച്ച് കൺട്രി യു ആർ കമ്മിങ് ഫ്രം. അവർ സപ്പറേഷ്യ, ഇത് എവിടെ സ്ഥലം എന്ന് അറിയണ്ടേ. ഉടനെ വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദറ്റ് പ്ലേസ്, വാട്ട് കറൻസി യു യൂസ്. ഇത് പഠിച്ച സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചു, ലാംഗ്വേജ് പഠിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കുട്ടികൾക്ക് മണിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ സാധിച്ചില്ലെങ്കിലും ആരോടും ഇംഗ്ലീഷ് പറയാനുള്ള ധൈര്യം ഉണ്ടായി. ആ ധൈര്യമാണ് വേണ്ടത്. And I am sure if you have that efficiency and if you have that attitudinal change, it's only 3 days for my 8th grade children. ഇന്ന് എൻ്റെ മക്കള് ആരും ഒന്നും ആവില്ല എന്ന് പറഞ്ഞ് വിട്ടെറിഞ്ഞിട്ടുള്ള പാലക്കാട് കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്തിലെ 90 കുട്ടികളില് 37 കുട്ടികളില് 6 പേര് PhD ചെയ്യുന്നു. അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് ഡൽഹിയിലുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ. വിപ്രോയുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൽ 6 പേർക്കാണ് കിട്ടിയത്. 37 പേർക്കാണ് എല്ലാ വിഷയത്തിലും A+, 10ാം ക്ലാസ്സിലും +2ലും കിട്ടിയത്. എത്രയോ പേര് നല്ല ടീച്ചേഴ്സും നല്ല ആൾക്കാരുമായിട്ട് മാറിയിരിക്കുന്നു. അത് എളുപ്പമാണ്. നമുക്ക് കുട്ടികളെ നന്നാക്കണമെന്ന് ഉറപ്പിച്ചിറങ്ങിയാൽ നന്നാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ ടീച്ചേഴ്സ്, നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്, ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്. അതുകൊണ്ട് വേണ്ടത് അവരുടെ ജീവിതം അറിയുക, അവരുടെ പ്രാരബ്ധ. നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ സ്പോൺസേർഡ് ദ ഹോൾ പ്രോഗ്രാം. ഞാൻ നല്ലൊരു പ്രോഗ്രാം റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് ഐ ജസ്റ്റ് വാണ്ട് ഫണ്ടിങ്, സംബഡി ഫണ്ടഡ്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, അല്ലാണ്ട് ഗോവയ്ക്ക് കൊണ്ടുപോകാൻ അവരുടെ വീട്ടിൽ നിന്ന് കാശൊന്നും കൊണ്ട് ആരും പറഞ്ഞേക്കില്ല. ഒക്കെ ഫ്രീ, കംപ്ലീറ്റ് പ്രോഗ്രാം വാസ് ഫ്രീ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, ലഞ്ച് കൊടുക്കും. അത് സപ്ലിമെന്ററി പ്രോഗ്രാം ആയിരുന്നു. The program was, and what is that? How did I improve their English language communication skill? Every day they will have to watch one English movie. Not watching, they have to see. I remember the crazy boys of the games, God must be crazy. These movies I used to show them. ആ കാണിക്കുമ്പോൾ വെറുതെ കാണിക്കല്ല, 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂവി സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റുള്ള സീൻ 3 ആളെ വിളിച്ചിട്ട് പറയും അഭിനയിക്കാൻ പറയും. അഭിനയിക്കുമ്പോൾ അതേ ലാംഗ്വേജ് അതേപോലെ സംസാരിക്കണം, മിമിക്രി ആയിട്ടെങ്കിലും. അങ്ങനെ കാണണമെങ്കിൽ, അങ്ങനെ സംസാരിക്കണമെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് ഇരുന്ന് ഓരോ സ്ക്രിപ്റ്റും എഴുതണം അവർ. സോ ഇറ്റ് ഈസ് നോട്ട് വാച്ചിങ് മൂവി, ഇറ്റ് ഈസ് നോട്ട് സീയിങ് മൂവി, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വേസ്റ്റിംഗ് ടൈം, ഇറ്റ് ഈസ് ലേണിംഗ് മൂവി. അങ്ങനെ സിനിമകൾ ഉപയോഗിച്ചും ഡോക്യുമെന്ററി ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചത്. ആൻഡ് യു ഷുഡ് ഹാവ് ഗുഡ് ഇന്ററാക്ഷൻ. നമ്മളിപ്പോ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് മടമ്പത്തിലുള്ള ഒരു 41 പേരുണ്ട് ഇപ്പോൾ ഇവിടെ. ആ 41 പേരെയും ഞാൻ ഓർക്കില്ല, പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള കുറെ പേരെങ്കിലും ഞാൻ ഓർക്കും. മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പോടുകൂടി ഞാൻ അവരെ മെയിൻറ്റെയിൻ ചെയ്യും. അവരെ എനിക്ക് എന്ത് സംശയം എപ്പോഴുണ്ടെങ്കിലും I will be able to talk to them and they will be able to talk to me. That's a relationship and I don't want to meet them personally. I don't want to see them at all because എൻ്റെ 1,00,000 കുട്ടികളിൽ ഞാൻ കാണാത്തവര് ഒരു 70,000 പേരുണ്ടാവും, കണ്ടവര് 30,000 പേരുണ്ടാവും. കാരണം അവര് പറഞ്ഞു കേട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരു കുറെ പേരുണ്ട്. So an effective online facilitator is not one who has to physically be present. Create e-learning environment, make it conductive and acceptable to your children. ആദ്യം അതാ വേണ്ടത്. Rather than lecturing, make them to ask questions. ഞാൻ ഇന്ന് കുറച്ചധികം സംസാരിച്ചു പോകുന്നത് ഈ ഇൻട്രസ്റ്റ് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ്. കാരണം because I must trigger you to ask question to me. Encourage group collaboration. Encourage individual questions and answers. അത് ബിറ്റ് സൈസ്ഡ് ആവണം. You should know how to write. ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഹായ് എന്ന് വെച്ചാൽ ഞാൻ ഒട്ടനെ തിരിച്ചയക്കും. I don't have your number with me. You must introduce yourself. ആ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനെ റിപ്ലൈ വിൽ ഗോ. ബിക്കോസ് ഫോർ മീ റിപ്ലൈയിങ് ഈസ് വെരി സിമ്പിൾ ബിക്കോസ് എവറിത്തിങ് ഈസ് കോഡിഫൈഡ്. ഞാൻ വെറുതെ അയക്കുന്നുണ്ട്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് വായിക്കുന്നൊന്നുമില്ല, ഉണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു അബദ്ധം എന്താ അറിയോ? എൻ്റെ പേര് എന്ന് മലയാളത്തില് PERU, സർ SIR, ENTE, എൻ്റെ പേരു. സ്റ്റുപ്പിഡ്. യു ആർ നൈദർ റൈറ്റിംഗ് മലയാളം നോർ ഇംഗ്ലീഷ്. ഒരു ഭാഷയിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ, നമ്മൾ ചെയ്യരുത്.
Let there be grammar mistakes, there may be spelling mistakes. Write in English. If you are not able to write in Malayalam with Malayalam font. ആ ഫോണ്ട് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ആ ഫോണ്ടും അറിയില്ല, മലയാളത്തിലുള്ള ഫോണ്ടും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പൊ നിങ്ങൾ ഒന്നും അറിയാത്തവരാണ്. ഇതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. അവിടെയില്ല, എവിടെയില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവേണ്ടേ നമ്മുടെ ഐഡന്റിറ്റി. അതുണ്ടാവണമെങ്കിൽ കുഞ്ഞുണ്ണി മാഷൊക്കെ ശരിക്കും പഠിക്കണം. അതുകൊണ്ടാണ് ജനിക്കും മുമ്പൻ മകൻ എവിടെ ജനിക്കണം? അമേരിക്കയിൽ ജനിക്കണമെങ്കിൽ പ്രസവം അമേരിക്കയിലാക്കിയിട്ടുള്ള കഥ പറഞ്ഞിട്ടുള്ള പോലെ അത് പാടില്ല. അക്ഷരം നന്നായിട്ട് പഠിക്കണം. അക്ഷരമേ എനിക്ക് നിന്നെ ഇച്ഛ പിടിച്ചു, നിന്നിൽ അരമുള്ളത് കൊണ്ടാകാം. ക്ഷയിക്കാത്തൊരു സംഭവം അക്ഷരമാണ്. ആ ക്ഷയിക്കാത്ത അക്ഷരത്തെ നമ്മൾ അറിയണമെങ്കിൽ അത് മലയാള ഭാഷയാണെങ്കിൽ മലയാള ഭാഷ. ഒരു ഭാഷ നന്നായിട്ട് പഠിച്ചാൽ ഇത് അതും അറിയില്ല ഇതും അറിയില്ല എന്ന് പറയുമ്പോൾ ഒന്നും അറിയണ്ടാവും. എല്ലാ ഭാഷയും കന്നഡ ചിന്നാക്കി ബರುತ್ತೆ ನನಗೆ. ഞാൻ കന്നഡ നന്നായിട്ട് സംസാരിക്കും, എഴുതാനും പഠിച്ചു. తెలుగు రాయడానికి వస్తుంది, మాట్లాడడానికి కూడా వస్తుంది. తెలుగు നന്നായിട്ട് അറിയാം. मैं हिंदी में बात करते अच्छी तरह. തമിഴ് എപ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ച ഒരാളാണ്. അപ്പൊ ഈ ഭാഷകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഇവിടെ എവിടെ അങ്കെ ഇങ്കെ എങ്കെ അല്ലി ഇല്ലി എല്ലി അക്കടെ ഇക്കടെ എക്കടെ ഇതർ ഉദർ കിതർ ഹിയർ ദർ വർ. ഭാഷകൾ പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇംഗ്ലീഷ് പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട്? 12 ടെൻസ് പഠിച്ച ഇംഗ്ലീഷ് കഴിഞ്ഞു. ഐ ടേക്ക്, ഐ ആം ടേക്കിംഗ്, ഐ ഹാവ് ടേക്കൻ, ഐ ഹാവ് ബീൻ ടേക്കിംഗ്, ഐ ടുക്ക്, ഐ വാസ് ടേക്കിംഗ്, ഐ ടേക്കൻ, ഐ ഹാഡ് ബീൻ ടേക്കിംഗ്, ഐ ഷാൽ ടേക്ക്, ഐ ഷാൽ ബി ടേക്കിംഗ്, ഐ ഷാൽ ഹാവ് ടേക്കൻ, ഐ ഷാൽ ഹാവ് ബീൻ ടേക്കിംഗ്. ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി ജീവിതത്തിൽ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പഠിക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ കീപ് ദ കോൺവെർസേഷൻ, കീപ് ദ സബ്ജക്ട് ഇൻ ഹാൻഡ്, start using it. Take, listen, not hear. It has to listen. And perceiver perceives the way the perceiver want to perceive, and not the way the speaker want the perceiver to perceive. ആ സ്പീക്കറുടെ പെർസീവറൻസിലേക്ക് ഓഡിയൻസ് എത്തണമെങ്കിൽ, സ്റ്റുഡൻസ് എത്തണമെങ്കിൽ, you must get into my frequency. ആ ഫ്രീക്വൻസിയിലേക്ക് എത്തണമെങ്കിൽ you will have to keep on listening to me. ഓൺലൈനിന്റെ ഒരു ഗുണം ആലോചിച്ച് നോക്കൂ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ചെയ്താൽ അത് അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇടും. നാളെ 10 പ്രാവശ്യം കേൾക്കാലോ നിങ്ങൾക്ക് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാം. സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സിൽ അത് പറ്റുമോ? ടീച്ചറെ എനിക്കിപ്പോ പറ്റില്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വരാം, എനിക്കിപ്പോ വിശക്കണു. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. സി വാട്ട് എ ഫ്ലെക്സിബിലിറ്റി. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലെക്സിബിൾ ലേണിംഗ് എന്ന് പറയുന്നത്. ആ ഫ്ലെക്സിബിൾ ലേണിംഗ് അഡാപ്റ്റീവ് ആണ്. അതുകൊണ്ടാണ് DrTPSന്റെ ബുക്ക്, എഡ്യൂക്കേഷനിലുള്ള പെഡഗോഗീസ് ആൻഡ് പ്രാക്ടീസസ് ഫോർ വെബ് നെറ്റ് ലേണിംഗ് ബുക്ക്, ഞാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നസീമയും കൂടി എഴുതിയിട്ടുള്ള ബുക്കാണ്. ദാറ്റ് വാസ് ഇൻ 2005. 2005 എങ്ങനെ ലേണിംഗ് വേണം, എങ്ങനെ അഡാപ്റ്റീവ് ലേണിംഗ് വേണം എന്ന് പറഞ്ഞ് ഡിസ്കവറി പബ്ലിഷേഴ്സ് ഡൽഹിയിൽ നിന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇതിന്റെ മേജർ കോൺട്രിബ്യൂഷൻ ഞാനാണ്. 2 ഓതേഴ്സ് ഉണ്ട്. കാരണം ഷീസ് ആൻ അക്കാഡമിക് എക്സ്പെർട്ട്. എനിക്ക് എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയാത്ത ഒരാളായിരുന്നു. അപ്പൊ യു ഷുഡ് ഡോക്യുമെന്റ്, യു ഷുഡ് റൈറ്റ്. എങ്കിലേ നമുക്ക് ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ആ ഫീഡ്ബാക്ക് സിസ്റ്റത്തിലേക്ക് പോകണം. കുറെ സൈക്കോളജി അറിയണം. അത് വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണെങ്കിൽ ടീനേജ് സ്റ്റുഡൻസ് ആണ്. ഐ ആം എ സൈക്കോതെറാപ്പിസ്റ്റ്. സൈക്കോളജി നന്നായിട്ട് അറിയണം. അതൊരു പേപ്പർ എഴുതിയിട്ട് മാർക്ക് പിടിച്ചത് കൊണ്ട് കാര്യമില്ല. സി, ഇന്നത്തെ ടീനേജ് എന്ന് പറയുന്നത് 13 ടീൻ അല്ല, ഇറ്റ് സ്റ്റാർട്ട്സ് ഏർലി ഏജ്. അപ്പൊ ഏത് ക്ലാസ്സിലെ കുട്ടികളും വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ 100 പ്രശ്നങ്ങളാണ്. ഐ ഗെറ്റ് ലോട്ട് ഓഫ് സച്ച് പ്രോബ്ലംസ്. അത് നമ്മുടെ അക്കാഡമിക്സിൽ നല്ല ടീച്ചർ ആയാലും അവരുടെ അടുത്ത് എന്തുകൊണ്ട് പോവാണ്ട് 1 മണിക്കൂർ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ DrTPSന്റെ അടുത്ത് വരുന്നു? കാരണം ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് കോൺഫിഡൻസ് ഇൻ ദ ടീച്ചേഴ്സ് ദേ ആർ ടീച്ചിങ് യു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ടീച്ചേഴ്സ് ആർ നോട്ട് ഏബിൾ ടു ഗെയിൻ ദർ കോൺഫിഡൻസ്. നമ്മൾ 1 മണിക്കൂർ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടികൾ നമ്മളടുത്ത് സംസാരിക്കുന്നു. ഐ കീപ് ആസ്കിങ്, ഡോണ്ട് യു ഹാവ്, നിങ്ങളുടെ സ്കൂൾസിൽ 100 ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ടീച്ചേഴ്സിൽ ഒരാളെയും നിങ്ങൾക്ക് എന്ത് കോണ്ടാക്ട് ചെയ്യും? സർ അവരൊന്നും പറ്റില്ല സർ, ബിക്കോസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അസ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് കുട്ടികളെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ സാധിച്ചാലേ യു ക്യാൻ ബിക്കം എ ഗുഡ് ടീച്ചർ. അതർവൈസ് യു കനോട്ട് ബിക്കം ഗുഡ് ടീച്ചേഴ്സ്. അതുകൊണ്ട് നല്ല ടീച്ചേഴ്സ് ഇമോഷണലി അറ്റാച്ച്ഡ് ആവണം, ഫിസിക്കലി സ്ട്രോങ് ആവണം, ഇന്റലക്ച്വലി ഷാർപ്പ് ആവണം, സോഷ്യലി ആക്റ്റീവ് ആവണം, സ്പിരിച്വലി ഹയർ ആവണം. ഇന്ന് സോഷ്യലി ആക്റ്റീവ് ആവണമെങ്കിൽ ടെക്നോളജി ഈസ് മസ്റ്റ്.
സോ ഗെറ്റ് ദാറ്റ് ടെക്നോളജി ഇൻ യുവർ ഹാൻഡ്. അല്ലാതെ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഫോർ ഗെറ്റിംഗ് എ ജോബ്. അത് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ തിരിച്ച് ഹ്യൂമാനിറ്റീസിലേക്ക് വരാൻ കാരണം ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാവട്ടെ ഈ ഒരു സെമിനാറിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഇൻ ലൈൻ വിത്ത് ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫ് എന്ന് പറയുന്നത് ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. DrTPSന്റെ എക്സ്പാൻഷൻ ആണ് ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. ആ ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റിന് പകരം എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ് എന്നാണ്. ലേണിംഗ് ഹാസ് ടു ബി എൻ എൻജോയ്മെന്റ്. യു ഹാവ് ടു ബി അറൌണ്ട് നോളജ്. ലേണിംഗ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. ഇനിയോ നിങ്ങൾക്ക് ജോലി കിട്ടാത്തവർ, ജോലിയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ സാറേ ഞങ്ങൾക്കൊന്നും ജോലി ഇല്ലല്ലോ, അവർക്കും ലൈഫിന്റെ എക്സ്പാൻഷൻ പറയാണ്. ലേണിംഗ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏർണിംഗ്. LIFE. ലേണിംഗ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏർണിംഗ്. ഇന്ന് നന്നായിട്ട് പഠിക്കേണ്ട മക്കളെ, നാളെ പിന്നാലെ വരും ആൾക്കാർ എന്നെ പഠിപ്പിക്കോ എന്ന് ചോദിച്ചിട്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ടു ബി ഡൺ. ആൻഡ് ഐ എം ഷുവർ യു കൻ ഡു ദാറ്റ്. കേരളത്തിലെ എല്ലാ കോളേജുകളിലും 3600 കിലോമീറ്റർ സ്വന്തം ഡ്രൈവ് ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇടുക്കി അടക്കം ഡിസ്ട്രിക്റ്റുകളിലെ ASAP, WWS ഈ പ്രോഗ്രാംസിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ലസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് മെന്റേഴ്സ് നാവിഗേഷൻ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. ദാറ്റ് വാസ് ഹ്യൂജ് എക്സ്പീരിയൻസ്. ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസം എല്ലാ സ്കൂൾസിലും കോളേജസിലും. ഐ എം ഷുവർ കേരളത്തിൽ ഒരു ടീച്ചർമാരും ചെയ്യാത്ത സംഭവമാണ്. എന്തുകൊണ്ടാണ്? കാരണം കുട്ടികളെ ഈ ഒരു കോച്ചിങ് എഫക്റ്റിൽ നിന്നും ട്രെയിനിങ് എന്ന് പറയുന്ന പരിപാടികളിൽ നിന്നും ലേണിംഗ് എന്നതിലേക്ക് മാറ്റാൻ ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ട്രെയിനിങ് നമുക്ക് പട്ടികളെയും ട്രെയിൻ ചെയ്യാം. ലേണിംഗ് എന്ന് പറയുന്നത് സ്വന്തം ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇറ്റ്സ് എ സെൽഫ് മോട്ടിവേഷൻ. ഒരു ക്രിയേറ്റിവിറ്റി വരേണ്ടതാണ്. ഒരു കോൺഷ്യസ്നെസ് വരണം നമുക്ക്. അത് വരുമ്പോ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കണമെന്നും ആ ഇൻഫർമേഷനെ എങ്ങനെ സ്വന്തം എഡ്യൂക്കേഷൻ ആക്കണമെന്നും അതിനെ എങ്ങനെ ലൈഫുമായിട്ട് ഫിക്സ് ചെയ്ത് അത് വിവേചനം. എഡ്യൂക്കേഷൻ എന്നുള്ള ഇംഗ്ലീഷ് ഒറ്റ വാക്കേ ഉള്ളൂ, പക്ഷെ സംസ്കൃതത്തിലൊക്കെ കുറെ വാക്കുകളുണ്ട്. വിവേക ബുദ്ധി, വിവേചന ബുദ്ധി. എവിടെ, ആരോട്, എങ്ങനെ, എപ്പോ, എന്തിന്, ആരുടെ മുന്നിൽ എന്ത് ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. അതാണ് ശരിക്കും അറിവ്. ആ അറിവും വിവരവും ഉണ്ടാവുമ്പോൾ അത് വ്യത്യസ്ത കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് എക്സ്പീരിയൻസ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നമ്മൾ ആചാര്യന്മാരെന്ന് പറയുക. ആ ആചാര്യതയിലേക്ക് എത്തുമ്പോൾ യു ഓട്ടോമാറ്റിക്കലി ബിക്കം ക്രിയേറ്റീവ്. ആ ക്രിയേറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം, എന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ബ്രഹ്മാവിരിക്കുന്നു. ആരാ ബ്രഹ്മാവ്? സരസ്വതിയുടെ ഹസ്ബൻഡ്. ആരാ സരസ്വതി? എഡ്യൂക്കേഷന്റെ ഭഗവതി. അപ്പോൾ ഇഫ് യു ഹാവ് എഡ്യൂക്കേഷൻ നമ്മുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആവണം. അതുകൊണ്ടാണ് PhD ഒക്കെ ഭഗവാൻ, PhDയുടെ റിസർച്ചിന്റെ ഭഗവാൻ ബ്രഹ്മാവാണ്. നിങ്ങളൊക്കെ ബ്രഹ്മാവാണ്. നിങ്ങൾക്കൊക്കെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാൻ പോകുന്നുണ്ട്. BEd എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി ഇൻ എഡ്യൂക്കേഷൻ എന്നാണ്. നിങ്ങളൊക്കെ ബ്രഹ്മചാരികളാന്ന് പറഞ്ഞിട്ട് ആ ദുഷ്ടൻ വൈസ് ചാൻസലർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. അയാൾക്ക് പോലും അറിയില്ല ഇയാൾ എന്താ ഈ ഒപ്പിടണെന്ന്. ബ്രഹ്മചാരി ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞു കൊടുക്കവർക്ക്. ബ്രഹ്മചാരി ഇൻ എഡ്യൂക്കേഷൻ. ബ്രഹ്മം ചരിക്കണം. എന്താ ബ്രഹ്മം? എന്റെ ക്രിയേറ്റിവിറ്റി, എന്റെ പഠിക്കാനുള്ള ക്വസ്റ്റ്. ആ ക്വസ്റ്റ് ഉണ്ടാവുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ആഗ്രഹം ഏതിലൂടെ നടക്കുന്നു? എഡ്യൂക്കേഷനിലൂടെ 3 കൊല്ലം 2 കൊല്ലം നടന്നു. മാത്തമാറ്റിക്സിൽ 3 കൊല്ലം എന്റെ ക്രിയേറ്റിവിറ്റി നടന്നപ്പോ ഞാൻ മാത്തമാറ്റിക്സ് ബാച്ചിലറായി. ലോയില് 3 കൊല്ലം നടന്നപ്പോ ഞാൻ ലോയില് ബാച്ചിലറായി. നിങ്ങൾ 2 കൊല്ലം എഡ്യൂക്കേഷനിൽ ബ്രഹ്മാവും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളപ്പോ എവിടെ അതുണ്ടായാലേ നിങ്ങൾ BEd സർട്ടിഫിക്കറ്റിന് യോഗ്യരാവും. അങ്ങനെ ഉണ്ടായാൽ ബ്രഹ്മാവിനെ മനസ്സിൽ സൃഷ്ടിച്ചാൽ ബ്രഹ്മാവിന്റെ ഭാര്യ എഡ്യൂക്കേഷൻ പിന്നാലെ വന്ന് നാവില് വരും. അതിന് ഒരു പ്രിപ്പറേഷനും ആവശ്യമില്ല. എപ്പോ എവിടെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ പറയാൻ പറ്റും. ബിക്കോസ് ഐ ആം ഇൻ എ മെഡിറ്റേറ്റീവ് മൂഡ്. മൈ ബ്രെയിൻ ഈസ് ഇൻആക്റ്റീവ്. ഇറ്റ് കംസ് ഫ്രം ആത്മാ. ഇറ്റ് കംസ് ഫ്രം മൈ ഹൃദയം. ഹൃദയവും ബുദ്ധിയും ആത്മാവും ഒക്കെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മീയ പുരുഷന്മാരാവുന്നത്. ആത്മീയ പുരുഷന്മാരാവുമ്പോൾ
നമ്മൾ പറയുന്നത് ആത്മാവിൽ നിന്നാണ് വരിക. അത് ഹൈലി പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതാണ് കാരണം ഇങ്ങനെ ഒരു ക്ലാസ് ചിലപ്പം ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടാകും. അത് ഓരോ ക്ലാസ്സിലും എനിക്ക് പറയാൻ പറ്റുന്നത് വിത്തൗട്ട് റിപ്പീറ്റേറ്റിവിറ്റി ഐ ആം ഏബിൾ ടു ടോക്ക് ടു യു. കുറെ ശ്ലോകങ്ങളും ചില ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ എന്നെ പഠിപ്പിച്ച ചില നല്ല മാഷന്മാരാണ്. അനന്തൻ മാഷുണ്ട്, കേശവ മാഷുണ്ട്. അവരൊക്കെ എന്നെ പഠിപ്പിച്ച എത്ര വർഷം മുമ്പാണെന്നറിയോ? 54 വയസ്സായി. 40 വർഷം മുമ്പ് പഠിപ്പിച്ച മാഷന്മാര് ഇന്നും ഞാൻ സംസാരിക്കും. ഇന്നും അവരുമായിട്ട് വാട്സപ്പ് കോണ്ടാക്ട് ഉണ്ട്. അവരുമായിട്ട് ഇന്നും റിലേഷൻ കീപ്പ് ചെയ്യുന്നത് അവര് നല്ല മാഷന്മാരായതുകൊണ്ടാണ്. അതുകൊണ്ട് ലിവ് വിത്ത് ഇന്ററാക്ഷൻ, കീപ് ദാറ്റ് കോണ്ടാക്ട്. 9447437948. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പെർമിഷൻ ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടി, അല്ലെങ്കിൽ ഓർഗനൈസേഴ്സിന് എന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം മലയാളം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ടെസ്റ്റിംഗ് ഡയഗ്നോസിസ് അല്ല നടക്കുന്നത്. ദാറ്റ്സ് ട്രൂ. ടെസ്റ്റിംഗ് ആൻഡ് ഡയഗ്നോസിസ് ഈസ് വാട്ട് ഈസ് നോട്ട് ഹാപ്പനിങ്. How to change that? That is very simple. When you get a student to learn, start talking to them, understand what is their problem, be pathetic, be sympathetic, be loving, and then solve their problem. Keep asking your children. കുട്ടികളോട് പറയണം, ഇടക്കിടക്ക് ടെസ്റ്റ് വേണമെന്ന് നിങ്ങൾ ചോദിക്കണം. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ലിങ്കോൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടുള്ള ഒരു നായർ സാറിനെ കോഴിക്കോട് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ്, ചില കുട്ടികളൊക്കെ ദേ വിൽ ഹാവ് ടു റിട്ടേൺ ബാക്ക് ടു ദർ ഹോം. ലണ്ടനിലൊക്കെ പഠിക്കുന്നവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ സമയമായി, വിസ എക്സ്പയർ ചെയ്യാറായി. അപ്പൊ അവർക്ക് ഒരു മെസ്സേജ്, എക്സാമിനേഷൻ സർ ഇന്ന് നടത്തുമോ എന്ന് ചോദിച്ചിട്ട് കുട്ടികൾ അങ്ങോട്ട് പോകും. കാരണം അവർക്ക് നേരത്തെ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഉടനെ പോവാം. ഇന്ന് ഈ യൂണിവേഴ്സിറ്റി പോലെ എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി അല്ല തീരുമാനിക്കാം, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് തീരുമാനിക്കാം. അമേരിക്കയിലും ലണ്ടനിലൊക്കെ അങ്ങനെയാണ്. ടീച്ചേഴ്സ് ക്യാൻ ഗിവ് എക്സാമിനേഷൻ ആൻഡ് ദെൻ ക്ലിയർ ദം. അവർ ഓരോ ടീച്ചേഴ്സിന്റെ അടുത്തും പോയിട്ട് ചോദിക്കും, സാർ ഇന്ന് എക്സാം തരുമോ പ്ലീസ്, ഒന്ന് എന്റെ കോഴ്സ് വേഗം തീർക്കാലോ. MIT-യിലൊക്കെ പഠിക്കുന്ന എന്റെ കുട്ടികളുണ്ട്. അവർ 1200 എക്സാമിനേഷനാണ് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന്. 1200 എക്സാമിനേഷനും വേഗം തീർത്താൽ 3 കൊല്ലത്തെ കോഴ്സ് 1 കൊല്ലം കൊണ്ട് തീരും. അതാണ് ഫ്ലെക്സിബിൾ ലേണിംഗ്. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, എക്സാം തരുമോ? അപ്പൊ ടീച്ചർ ഇന്ന് എനിക്ക് സമയമില്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ, യു കം ടുമാറോ. അല്ലെങ്കിൽ വേണ്ട, എന്തിനാ, നിന്റെ ഇതുവരെയുള്ള എഡ്യൂക്കേഷൻ വെച്ചിട്ട് ഞാൻ 50% മാർക്ക് തരാം, അത് മേടിച്ച് പോയിക്കോ. No examination. I am giving you 50% mark based on my assessment on you. അപ്പൊ കുട്ടി പറയുന്നത് എന്താ അറിയോ? സർ ഗിവ് മീ എക്സാം, 50% വേണ്ട, എനിക്ക് 80% കിട്ടും ഇന്ന് എഴുതിയാൽ, അതുകൊണ്ട് ഇന്ന് എക്സാം താ. അപ്പൊ മാഷ് പറയും, ഇന്ന് എനിക്ക് സമയമില്ല, നാളെ വാ. നാളെ വരുന്ന സമയത്ത് മാഷ് പറയാണ് 60% തരാം, എക്സാം വേണ്ട, എന്തിനാ എനിക്ക് കഷ്ടപ്പാട്, നിനക്ക് കഷ്ടപ്പാട്, ഈ 60 എടുത്ത് പോയിക്കോ. അപ്പൊ കുട്ടി പറയും, സർ നോ, ഇന്നിപ്പോ എക്സാം തന്നാൽ ഞാൻ 90% മേടിക്കും സർ. അപ്പൊ ഇന്നലെ എത്ര പറഞ്ഞത്? 80. ഇന്നത്തേക്ക് എത്രയായി? 90 ആയി. എന്താ കാരണം? ഇന്നലെ എക്സാം കൊടുക്കാത്തതുകൊണ്ട്. നോ, ഇന്ന് എനിക്ക് സമയമില്ല, ഇന്ന് വേറെ 2-3 പ്രോഗ്രാംസ് ഉണ്ട്, നാളെ വാ. പിറ്റേ ദിവസം സ്റ്റുഡന്റ് വന്നിട്ട് പറയാണ്, സർ ഗിവ് മീ എക്സാം. അപ്പൊ മാഷ് പറയാണ്, നിനക്ക് 80% തരാം. നീ ആദ്യത്തെ ദിവസം പറഞ്ഞ എത്രയാ? 80% കിട്ടുന്നല്ലേ, ഞാൻ 80% തരാം. എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കണേ, നിന്നെ ബുദ്ധിമുട്ടിക്കണേ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, ആൻസർ എഴുതണം, ഞാനത് ഇവാലുവേറ്റ് ചെയ്യണം. ടേക്ക് 80% ആൻഡ് ഗോ. യു നോ വാട്ട് ദ സ്റ്റുഡന്റ് സേസ്? സർ എനിക്ക് ഇന്ന് എഴുതിയാൽ 100% കിട്ടും, അതുകൊണ്ട് എനിക്ക് എക്സാം വേണം സർ. അപ്പൊ ഈ മാഷ് പറഞ്ഞു, ഞാൻ ടഫസ്റ്റ് എക്സാമാ തരാൻ പോകും, ആൻഡ് ഐ വിൽ സീ ദാറ്റ് യു വിൽ ഫെയിൽ. സർ എത്ര ടഫ് തന്നാലും ഞാൻ പാസ്സാവും, എനിക്ക് 100-ൽ 100 കിട്ടും സർ, ഞാൻ പഠിച്ചു. ഉടനെ മാഷ് 100-ൽ 100 ഇട്ടിട്ട് പോയിക്കോന്ന് പറയും. കാരണം എല്ലാ ടീച്ചേഴ്സിനും എക്സാം നടത്തുകയല്ല എയിം, ഇവാലുവേറ്റ് ചെയ്ത് മോശമാണെന്ന് പ്രൂവ് ചെയ്യല്ല എയിം, ആ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എയിം. അതാണ് ഈ പറഞ്ഞതിന്റെ ഉള്ളിൽ ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവം. ഇത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ ഞാൻ ആൻസർ ചെയ്യാം. ഒന്ന് വായിക്കുന്നു മാത്രം. എഫക്റ്റീവ് ടൂൾസ് ഫോർ ടീച്ചിങ് വിച്ച് ദാറ്റ് കുഡ് ബി ദ കണ്ടംപററി ടെക്നോളജീസ്. കുഡ് യു പ്ലീസ് send video of good technologies? All the technologies are listed in this book. This book is easily downloadable. 2004-ലുള്ളതാണ്. ഇതിന്റെ പകുതിയെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് ടെക്നോളജിസ്റ്റ് ആവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി അത് ആവശ്യമുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട്, കാരണം ടെക്നോളജി ഇസ് എ ഹ്യൂജ് തിങ്. ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നൊരു ലിസ്റ്റ് തരാൻ പറയുന്ന പോലെയാണ്. കാരണം ഓരോരാളുടെയും താല്പര്യം അനുസരിച്ചും ആവശ്യമനുസരിച്ചും അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടല്ല ഞാൻ ആൻസർ ചെയ്യുന്നത്, കൃത്യമായിട്ട്
what is that you are looking for, that you should ask. So I'm sure it should not be a general question. എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ, പ്രോബ്ലം വരുമ്പോൾ അവരെ മെന്റർ ചെയ്യലാണ് ഒരു ലൈഫ് മെന്ററുടെ കഴിവ്. അതാണ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഐ ആം നോട്ട് ഗോയിങ് ടു ലിസ്റ്റ് ഔട്ട് ദ ടെക്നോളജി, ബട്ട് ഐ വിൽ ടെൽ യു വേർ ടു ലുക്ക് ഫോർ ആൻഡ് ഹൗ ടു ഗെയിൻ ദാറ്റ് ബൈ യുവർ സെൽഫ്. അതല്ലെങ്കിൽ എപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ യു വോണ്ട് ബി കംപ്ലീറ്റ്ലി വെർച്വൽ ക്ലാസ്സസ് എഫക്ട് ഫ്രം ദ ഹെൽത്ത് ആൻഡ് ലിറ്റിൽ കിഡ്സ്. ഒരു സംഭവവും ഈ ഹെൽത്ത് ബുദ്ധിമുട്ടാവുന്നത് 6 മണിക്കൂർ ക്ലാസ്സിൽ മൂത്രമൊഴിക്കാൻ പോവാണ്ടും ഭക്ഷണം കഴിക്കാൻ പോവാണ്ടിരിക്കുന്നതിനേക്കാളും ലെസ് എഫക്റ്റീവ് ആണ്. ഇന്നത്തെ കമ്പ്യൂട്ടറിനൊന്നും റേഡിയേഷൻ ഇല്ല, കാരണം മിക്കവാറും അത്തരം പ്രൊട്ടക്ഷൻസ് ഉള്ളതാണ്. അതുകൊണ്ട് വോണ്ട് ദേ ബി ലെഫ്റ്റ് വിത്ത് സ്പെക്ടക്കിൾസ്, അതൊന്നും ഒരു കാരണമല്ല. സ്പെക്ടക്കിൾസ് ഉള്ളത് നേരെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഐ ആം ഏബിൾ ടു ലുക്ക് അറ്റ് ദ കമ്പ്യൂട്ടർ. ഇങ്ങനെ കുത്തനെ ഇരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഫോക്കസ് വിൽ ചേഞ്ച്. ദാറ്റ് കുഡ് ചേഞ്ച്. ഒന്ന് അത്. രണ്ടാമത് മയോപ്പിയ എന്ന് പറയുന്ന ഷോർട്ട് സൈറ്റ് ആണ് കുട്ടികളിൽ സാധാരണ കാണാം. അതുണ്ടാവുന്ന ഹെറിഡിറ്ററി പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിനും കുറെ കാരണങ്ങൾ കമ്പ്യൂട്ടർ ആണെന്ന് പറയാൻ പറ്റില്ല. റേഡിയേഷൻ ഡു എഫക്ട് ബട്ട് നോട്ട് ദാറ്റ് മച്ച് ടുഡേ, ബിക്കോസ് റേഡിയേഷൻ കൺട്രോളബിൾ ആയിട്ടുള്ള മോണിറ്റേഴ്സും സ്പെക്സും അവൈലബിൾ ആണ്. പോളറൈസ്ഡ് ആണ് ഗ്ലാസ്, സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ലുക്സ് ലിറ്റിൽ ബ്ലാക്കിഷ്. അപ്പോൾ ആ പോളറൈസേഷൻ ഉണ്ടായാൽ നിങ്ങൾക്കത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. സാറിന്റെ ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജനറൽ കമന്റ്സ് ഉണ്ട്. ദാറ്റ് ഡസന്റ് മാറ്റർ, ബിക്കോസ് ആ ഇഷ്ടമല്ല ആവശ്യം. അതിൽ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഐ വിൽ ലവ് ദം. ദാറ്റ്സ് ഇറ്റ്. സോ ഗുഡ് ക്വസ്റ്റ്യൻസ് ആർ the reflections of the good class. Okay, otherwise I know I am a good teacher, and I have got that credit because അതല്ലെങ്കിൽ ഇപ്പൊ ആരും വിളിക്കില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ 11 വർഷമായിട്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ടല്ലേ. പക്ഷെ നല്ല ടീച്ചേഴ്സ് നിങ്ങൾ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് സംസാരിച്ചത്. ഓക്കെ, ഡു യു തിങ്ക് that there is a need for reconstructing the curriculum for B.Ed by inspiring more papers? See, അക്കാഡമിക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. നമുക്ക് B.Edന്റെ സിലബസ് മോശമാണ്, ഇന്നത്തെ ടീച്ചേഴ്സ് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റങ്ങൾ പറയാം. പക്ഷെ അതൊക്കെ സപ്ലിമെന്ററി ആണ്. കാരണം ലോകം തുറന്നു വെച്ചിരിക്കുകയാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ലോകത്തിൽ എന്ത് വേണമെങ്കിലും പഠിക്കാം. ഇപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ല കേരളത്തിന്റെ. രവീന്ദ്രൻ എന്റെ അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ ഏട്ടന്റെ അടുത്ത ക്ലാസ്മേറ്റ്സ് ആണ്, ഏട്ടന്റെ ശിഷ്യനാണ്. അതൊക്കെ വെച്ചിട്ടും നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. ഐ കനോട്ട് ഇൻഫ്ലുവൻസ് ഹിം, കാരണം സിസ്റ്റം മാറ്റാൻ പറ്റില്ല അത്ര എളുപ്പം. അപ്പൊ ആ സിസ്റ്റം മാറ്റാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാനും ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന ഒരാള്. ഗവൺമെന്റ് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാണ്ടിരിക്കണോ? സോ യു സ്റ്റാർട്ട് ഡെവലപ്പിംഗ് സോ ദാറ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ സ്റ്റുഡൻസിനെയൊക്കെ ആ പൊസിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോൾ ഐ എം ഷുവർ ദേ വിൽ ചേഞ്ച് ദ സിസ്റ്റം. അങ്ങനെ സിസ്റ്റം ചേഞ്ച് ആവുള്ളൂ. ഹൗ ക്യാൻ യു ഇംപ്ലിമെന്റ് ഓഗ്മെന്റഡ് റിയാലിറ്റി? ഇത് വളരെ സിമ്പിൾ ആണ്. ഇഷ്ടംപോലെ 3D ആനിമൽ ഇൻ യുവർ ടെലിഫോൺ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് തപ്പി നോക്കിയാൽ 3D ആനിമൽസിനെ നിങ്ങളുടെ വീഡിയോന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആ 3D ആനിമൽ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സും 3D ആന്ന് തോന്നും. കാരണം വൺ ഒബ്ജക്ട് ഈസ് 3D, ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ചേഞ്ച്, ബിക്കോസ് നമ്മുടെ കണ്ണിന് ബൈനോക്കുലർ വിഷൻ ആണ്. ബൈ ഡീഫാൾട്ട് നമുക്കൊരു 3D ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ മുമ്പിൽ ഇരുന്നിട്ട് എന്റെ ചെയർ ബാക്കിലാണെങ്കിലും നിങ്ങൾ എന്നെ കാണുന്നത് മുമ്പിൽ ഇരിക്കുന്നതാണ്, എന്റെ കൈ മുന്നോട്ട് വരുന്നതാണ്. കാരണം അത് പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. ആ പെനോറമിക് വ്യൂവും പെർസ്പെക്റ്റീവ് വ്യൂവും ഓട്ടോമാറ്റിക്കലി ആ ഫീലിംഗ് കുട്ടികളിൽ 3D ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നോളും. പക്ഷെ അതിന് ആ 3D മൂവ്മെന്റ് ഉള്ള ഒരു ആനിമലിനെ കൂടെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് മാത്രം. അതല്ലെങ്കിലും ക്ലാസ്സുകൾ ഈവൻ ഈ പ്രൊജക്ഷൻ 2D ആയിട്ടാണ് എന്റെ സ്ക്രീനിൽ നിന്ന് നിങ്ങളുടെ സ്ക്രീനിലേക്ക് പോകണമെങ്കിലും യു ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് ഐ എം ഇൻ 3D. കാരണം ലൈവ് ആയിട്ട് കാണുമ്പോൾ, അത് യൂട്യൂബിൽ കാണുമ്പോൾ നമുക്കറിയാം ഇത് ലൈവ് അല്ല, അപ്പൊ 2D ആയിട്ട് തോന്നുന്നതാണ്. ഈ പെർസെപ്ഷൻ മനസ്സിന് നല്ലപോലെ ഉണ്ട്, അത് കുട്ടികളിൽ നല്ലപോലെ ഉണ്ട്. വളരെ എളുപ്പം അഡാപ്റ്റീവ് ആയിക്കോളും അവര്. ഐ ആം റെഡി ടു ചേഞ്ച് ആറ്റിറ്റ്യൂഡ്. വണ്ടർഫുൾ മൈ സൺ, ഐ ലവ് യു. ഓക്കെ സർ, ഹൗ കുഡ് യു ഇംപ്രൂവ് മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സസ്? ഇന്ന് മുതൽ തീരുമാനിക്കുക. എവറി ഡേ ഐ ആം ഗോയിങ് ടു ടീച്ച് അറ്റ്ലീസ്റ്റ് ഫ്യൂ പീപ്പിൾ. ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെ എല്ലാവരും വീട്ടിൽ ഉള്ളവരെയൊക്കെ വിളിച്ചിരുത്തിട്ട് പറയാ, ഇന്ന് ഞാൻ പഠിച്ചത് ഇന്നതാണ്. ഒരു നല്ലൊരു നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് മെയ്ക്ക് എ നോട്ട്. ഐ എം ഷുവർ യു മസ്റ്റ് ഹാവ് റിട്ടൺ ഇന്ന് പഠിച്ച സംഭവങ്ങൾ എന്താണെന്ന്. നാളെയോ മറ്റന്നാളോ ഞാൻ ഇത് യൂട്യൂബിലേക്ക് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടാൻ കുറച്ച് സമയം വേണം. ഈ ഓഡിയോയും വീഡിയോ ഒക്കെ മിക്സ് ചെയ്യണം. അതൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണോ പഠിച്ചത് അത് കമന്റ് ആയിട്ട് എന്റെ യൂട്യൂബിൽ ഇടും. അപ്പൊ എനിക്ക് മനസ്സിലാവും യു ആർ ഇൻ ടു ദിസ്. അതാണ് നിങ്ങൾ പഠിച്ചു എന്നുള്ളതിന്റെ ഒരു സെൽഫ് ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അത് ജീവിതാന്തം അവിടെ കിടക്കും. അപ്പൊ എപ്പോഴെങ്കിലും പറയും, ഞാൻ സാറിന്റെ ക്ലാസ് കേട്ട് ഇന്നതൊക്കെയാണ് പഠിച്ചത്.
ഏതെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് മനസ്സിലായില്ല, അത് പിക്കപ്പ് ചെയ്യണം തോന്നുമ്പോൾ യു ക്യാൻ ഓൾവേസ് റെഫർ ബാക്ക്. പിന്നെ എല്ലാ ടെക്നിക്കൽ ടേംസും, ഇംപ്ലിമെന്റേഷൻ എന്നുള്ളൊരു ടെക്നിക്കൽ ടേം നമുക്കൊക്കെ അറിയാം. ഇംപ്ലിമെന്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അസലായിട്ട് അറിയണമെങ്കിൽ ഇംപ്ലിമെന്റേഷൻ പോയിട്ട് ഡിക്ഷണറിയിൽ പോയി നോക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അത് സാധാരണ ഡിക്ഷണറി നോക്കുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം. ഓൺലൈനായിട്ട് നോക്കുക. എങ്ങനെയാണ് ടെക്നോളജിയിലേക്ക് മാറുക? വേർഡ് ഹിപ്പോ ഡോട്ട് കോം ആണോ ORG ആണോ? വൺ ഓഫ് ദാറ്റ്. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് എളുപ്പം എനിക്ക് പറയാൻ ഓർമ്മയുണ്ടാവില്ല. വേർഡ് ഹിപ്പോ ഡോട്ട് ORG ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കോം. വേർഡ് ഹിപ്പോ എന്നാണ് പേര്. ഹിപ്പ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്ന അർത്ഥം. അതിൽ പോയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ദെൻ ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് ഡിഫറെന്റ് വേർഡ്സ്. ആ വേർഡ്സ് ഒക്കെ പഠിക്കാം. നിങ്ങളുടെ വൊക്കാബുലറി വിൽ ചേഞ്ച്. അങ്ങനെ വൊക്കാബുലറി ചേഞ്ച് ചെയ്യാം. ഇതിനൊക്കെ ടെക്നോളജി ഉപയോഗിക്കാം. ദെൻ ഇറ്റ് ഈസ് ഈസി. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാനും സർഫ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. സോ ദാറ്റ് ബിക്കംസ് വെരി സിമ്പിൾ ഫോർ യു. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. മായ ടീച്ചർക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടാവും അല്ലേ? ടോട്ടൽ 2 hours ആയി ഇപ്പം, ഇൻക്ലൂഡിംഗ് ദ ഇനോഗ്രേഷൻ ആൻഡ് സച്ച് പ്രോഗ്രാംസ്. ഐ തിങ്ക് ഇറ്റ് ടുക്ക് 1 hour, so I spoke more than 1.5 hours. Is that good enough? India is a developing country. Questions വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. I am so glad. Love you, all of you. Even today there is a many who lack even food. School provide midday meals from them. This is the reason why many attended schools even now. Then how can we insist? See, നമുക്ക് ഈ പ്രാരബ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഉണ്ടായിരുന്ന സമയത്ത് മൂൺ മിഷൻ ചന്ദ്രനിലേക്ക് സാറ്റലൈറ്റ് അയച്ച സമയത്ത് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹിയിൽ ഇരുന്നിട്ട് ജനങ്ങൾക്ക് ഉത്തരം പറയായിരുന്നു. അപ്പൊ അവർ ചോദിക്കായിരുന്നു, ഹം ഇധർ ഭൂക്കാ മർ റാ ഹൈ, ഞങ്ങളുടെ പട്ടിണി കിടന്ന് മരിക്കാണ്. ആപ് ലോഗ് പൈസ ബർബാദ് കർ റാ ഹൈ, കുറെ പൈസ വെറുതെ കളയാണ്. ക്യോം സാറ്റലൈറ്റ് ഭേജ് റാ ഹൈ. അങ്ങനെയൊക്കെ നമ്മൾ അയച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് വേൾഡ് ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മളിൽ ഉറ്റുനോക്കുന്നത്. നമ്മുടെ വീട്ടിൽ കൺസ്ട്രക്ട് ചെയ്യാറുണ്ടോ? സാധാരണ അച്ഛനോടും അമ്മയോടും ചോദിക്കുക. നിങ്ങളൊക്കെ മാരേജ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യും, എനിക്കൊരു വീട് കൺസ്ട്രക്ട് ചെയ്യണം. ലാവിഷ് ആയിട്ട് ബിരിയാണി കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാശ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? വയറ് മുറുക്കി കെട്ടിയിട്ട് കുറച്ച് സമ്പാദിച്ചു വെച്ചിട്ട് വീടുണ്ടാക്കും. അപ്പൊ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അയാൾ പട്ടിണി കിടന്നിട്ടും നല്ല ഭക്ഷണം കഴിക്കാണ്ടുമാണ് വീടുണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായാലും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വേറെയാണ്, ഭക്ഷണം കൊടുക്കാനുള്ള ഫണ്ട് വേറെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ശരിക്കും മനക്കെട്ട് പണിയെടുത്താൽ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തെവിടെയും ഒരാൾക്കും പട്ടിണി ഉണ്ടാവില്ല. പണിയെടുക്കാൻ മടിയുള്ളത് കൊണ്ടാണ്. ഞാൻ പാലക്കാട് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഈ 90 കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരാള് ആശാരിയാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ആഴ്ചയിൽ എത്രയാണ് നിങ്ങളുടെ വരുമാനം? അവൻ ആഴ്ചയിൽ വരുമാനം എഴുതിയത് 1400 രൂപ. ഞാൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? ഈസ് എ കാർപ്പൻറ്റർ. അന്ന് കാർപ്പൻറ്റർക്ക് ശമ്പളം 700 രൂപയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 2000 രൂപ ഉണ്ടാവും. ആ 700 രൂപയുള്ള സമയത്ത് 1400 രൂപ വരുമാനം എന്ന് എഴുതിയ അർത്ഥം എന്താണ്? അവൻ 2 ദിവസമേ പണിയെടുക്കുള്ളൂ. അന്ന് ഞാൻ ഇരിങ്ങാലക്കുട വീട് കൺസ്ട്രക്ട് ചെയ്യാണ്. എൻ്റെ ഭാര്യയുടെ വീട് ഇരിങ്ങാലക്കുടയാണ്. ഞാൻ പറഞ്ഞു, ഈ കാർപ്പൻറ്ററോട് അടുത്ത 2 മാസത്തേക്ക് നിന്നെ ഞാൻ വിലക്കെടുത്തു. കാരണം ആഴ്ചയിൽ 1500 രൂപയിലേ കിട്ടുള്ളൂ. അപ്പൊ 2 മാസത്തേക്ക് കാർപ്പൻറ്റർ മേടിക്കാൻ എനിക്ക് എത്ര വേണം? 1400 മൾട്ടിപ്ലൈഡ് ബൈ 8. ഞാൻ പറഞ്ഞു 1500 എടുത്തോ, എന്നാലും എനിക്ക് ലാഭം. അങ്ങനെ ഒരു കാർപ്പൻറ്ററെ കിട്ടുമോ? അപ്പൊ അവൻ പറഞ്ഞു, അല്ല സർ, ഞാൻ പണി ചെയ്യാത്തോണ്ടാ. 2 ദിവസം പണിയെടുത്താൽ പിന്നെ കിടന്നുറങ്ങും, 5 ദിവസം കിടന്നുറങ്ങും. ഈ മടി ഉള്ളത് കൊണ്ടാണ് നന്നാവാത്തത്. മടി ഇല്ലയോ ഒരാൾക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല, ഉറപ്പ. ഇന്നലെ അങ്ങാണ്ട് മലപ്പുറത്ത് ഒരു ഉമ്മ, ഒരു സ്ത്രീ ലോട്ടറി ടിക്കറ്റ് വെക്കുന്ന ഒരു കഥ 24 ചാനലിൽ കണ്ടു. ചറപ്പറ മഴയത്ത് ലോട്ടറി ടിക്കറ്റും വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് മഴയത്ത് ഇരുന്നിട്ട് ലോട്ടറി ടിക്കറ്റ് വെക്കാണ്. മനക്കെടാൻ തയ്യാറുള്ളതുകൊണ്ടാണ്. ഇന്ന് സാധാരണ കൂലിക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ കാശ് കിട്ടും ഇഷ്ടം പോലെ. ഏത് പണിക്കാ കാശില്ലാത്തത്? ഞാൻ സാധാരണ എല്ലാ പണിയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ താഴെ ഇപ്പോഴും കാണാൻ നിങ്ങൾക്ക്. സയന്റിസ്റ്റിന്റെ കൈകൾ ഉണ്ടാവില്ല. DrTPS ക്ലൈംബിംഗ് കോക്കനട്ട് ട്രീ. മനോരമ കുറെ കാലം മുമ്പ് ജനുവരിയിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളില് ഞാൻ തെങ്ങ് കയറുന്ന പടം ഇട്ടത്. അവർ വിചാരിച്ചത് ഞാൻ വെറുതെ ഏതോ ഏണി വെച്ച് അതിന്റെ മുകളിൽ കയറിയിട്ട് പടം എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഫോട്ടോഗ്രാഫർ വന്നിട്ട് പറഞ്ഞു, സാർ ഒന്ന് കയറി കാണിച്ചു തന്നാട്ടെ. സുഖമായിട്ട് കയറിയിട്ട് അവർക്ക് 2 ആൾക്കുള്ള അളനീർ വരച്ചു കൊടുത്തു ഞാൻ. അത് എത്ര ഫീറ്റ്? 40 ഫീറ്റ് മുകളില്. ഒരു ബുദ്ധിമുട്ടും ഇല്ല.
നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. അത് ചെയ്യാൻ തയ്യാറായാൽ കാശ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിൽ നടുവിൽ സ്റ്റേഷനറി ആൻഡ് ഫുട്വെയർ ഷോപ്പ് തുടങ്ങിയ ആളാ ഞാൻ. അന്ന് കസേര മടഞ്ഞിട്ട് കസേര വിറ്റ് കാശുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പണിയെടുക്കാൻ തയ്യാറായാൽ കാശുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. I am so and so. I am not reading the names. I have a doubt that the online teaching is great. But how is the socialization? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ 3 ദിവസമേ ആയിട്ടുള്ളൂ എന്റെ മോക്ഷ വെർച്വൽ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട്. 60 കുട്ടികളും എനിക്ക് അറിയാത്ത കുട്ടികളാണ്. അവരൊക്കെ എന്റെ മക്കളെ പോലെ തൊട്ടടുത്ത് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. അത് 2 ക്ലാസ് കൊണ്ടും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൊണ്ടുമാണ്. ടെലിഫോൺ കോൾ മാത്രം മതി. അതുകൊണ്ട് പേഴ്സണൽ ഇന്ററാക്ഷൻ വേണമെന്ന് ഒരാഗ്രഹമില്ല. ഈ കാണുന്ന ഒറ്റ BEd കുട്ടികളോടും എനിക്ക് പേഴ്സണൽ ഇന്ററാക്ഷൻ വേണമെന്നില്ല. പക്ഷെ ഈ മെസ്സേജ് അയച്ച ആള് പ്രോബബ്ലി ഇഫ് യു ഹാവ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. മഹാരാജാസ് കോളേജിൽ നിന്ന് വന്നൊരു പയ്യൻ 1 മണിക്കൂറേ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. 6 കൊല്ലം മുമ്പ് WWS പ്രോഗ്രാം. ഇപ്പൊ പൂനെയിലാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ എന്നെ വിളിച്ച് ഞങ്ങൾ സൂമിൽ ഉണ്ടായിരുന്ന ഓൺലൈൻ ടോക്ക് അരുൺ DrTPS പൂനെ എന്ന് പറഞ്ഞടിച്ചാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. എന്ത് ഇന്റിമസി ആണെന്നറിയോ ഞങ്ങൾ തമ്മിൽ. വി കീപ് ഓൺ ഡിസ്കസിങ് സോ മെനി സബ്ജക്ട്സ് ഇൻ ദ വേൾഡ്. അത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് 2-3 പ്രാവശ്യം അടുത്ത് കാണുമ്പോഴാണ്. ഇപ്പൊ ജെയിൻ ജെയിംസിനെ എനിക്കറിയാം. എന്താ കാരണം? ജെയിൻ ജെയിംസ് ആങ്കറിങ്ങിന് വന്നിരുന്നു. ഈ മുഖവും ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറും ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇൻ മൈ ലൈഫ്. മായ ടീച്ചർ എടുത്തിരിക്കുന്ന സാരി. മായ ടീച്ചറും ഞാനും പരിചയമൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇന്നലെയാണ് ആദ്യമായിട്ട് ലോങ് ഡിസ്കഷൻ, പ്രോബബ്ലി 20 minutes വി ഹാഡ് എ ടോക്ക്. അപ്പൊ ആ റിലേഷൻഷിപ്പ് നീഡ് നോട്ട് ബി ഫിസിക്കൽ. ഞാൻ എൻ്റെ മക്കളുമായിട്ട്, എൻ്റെ ഒരു മകൻ ലണ്ടനിലാണ്, മറ്റേ മകൻ അമേരിക്കയിലാണ്, ഒരാൾ ശരിക്കും പഠിക്കുന്നത് അയർലൻഡിലാണ്. ഇവരൊക്കെ പല സ്ഥലങ്ങളിലാണ്. സോ ബട്ട് സ്റ്റിൽ വി ടോക്ക് എവറി ഡേ, വി മീറ്റ് ഈച്ച് അതർ. ദേ നോ വാട്ട് ഐ എം ഡൂയിങ് നൗ. കാരണം ഇന്ന് എൻ്റെ ഷെഡ്യൂൾ നന്നായിട്ട് അറിയാം. ഫിസിക്കലി തൊട്ടടുത്തുണ്ടായിട്ട് ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സാധാരണ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാഗം ഉണ്ടാവും. വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസിൽ 20 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ടോക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷനിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ദർ ഈസ് എലിഫന്റ് ബിറ്റ്വീൻ 2 people ഇൻ ദ ഹോം എന്ന് പറയാറുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫിന്റെ ഇടയിൽ ഒരു എലിഫന്റ് ഉണ്ടാവും. കാരണം അവരന്യോന്യം സംസാരിക്കാണ്ടില്ലെങ്കിൽ എന്താ കാര്യം? അടുത്തുള്ളത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ദ ഡിസ്റ്റൻസ് ഈസ് നോട്ട് എ മാറ്റർ. ബിക്കോസ് നിങ്ങൾക്ക് എത്ര ദൂരെയുള്ളവരായിട്ട് സംസാരിക്കാം. ഇന്നലെ എന്നെ അഹമ്മദാബാദിൽ നിന്ന് ഒരാൾ ഒരു ചെറിയൊരു പിന്നെ ഇവിടെയുള്ള മലപ്പുറത്തുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ചിട്ടുള്ള ക്ലാസ് അയച്ചു തന്നത് അഹമ്മദാബാദിലുള്ള ഒരാളാണ്, കേരളത്തിലുള്ള ഒരാളല്ല. അത് വന്ന ഉടനെ ഐ ജസ്റ്റ് ഗോട്ട് ത്രിൽഡ്. ഉടനെ വിളിച്ചു അയാളെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് അയാൾ കണ്ടിട്ടുണ്ട്. എന്റെ ത്രില്ല് ആ കണ്ടതിലല്ല, അത് ഇയാൾ അയച്ചതിലാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഹി ഈസ് നോട്ട് എ ടീച്ചർ, ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ? എന്നിട്ട് അയാളുമായിട്ട് ഞാൻ ഒരു 20 minutes സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് റെക്കോർഡഡ്. അത് ടെലിഫോൺ കോൾ ആണ്. ഐ എം ഗോയിങ് ടു പബ്ലിസൈസ് ഇറ്റ്. അത് യൂട്യൂബിൽ വരും. അപ്പൊ നമ്മളുടെ ഡിസ്കഷൻസ് വളരെ ക്രിയേറ്റീവ് ആവുന്ന സമയത്ത് മറക്കാതെ ജീവിതത്തിൽ ഓർക്കും. എനിക്ക് ഉറപ്പാണ് ഈ PKM BEd കോളേജിൽ ഇന്ന് എന്നെ കേട്ടിട്ടുള്ള 34 പേര്, 41-ൽ 8 പേര് 7 പേര് വിട്ടുപോയി. ഈ 34 പേരും ജീവിതത്തിൽ മറക്കാത്തൊരു അനുഭവമായിട്ട് ഈ വെബിനാർ, ഈ ക്ലാസ് സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഓക്കെ, സോ ഐ തിങ്ക് there are many more questions coming, but we have to call sometimes a day. It's 12 o'clock. My plan was I will speak up to 12 o'clock. So how to be a TED talker? എൻ്റെ TED talk പിന്നെ വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള TED talk. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും DrTPS എന്നുണ്ട് ആ ഭാഗം ഫില്ല് ചെയ്തിട്ട് അയച്ചാൽ മതി. അതിനകത്ത് എൻ്റെ TED talk നിങ്ങൾക്ക് കേൾക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി വേണം. അതിന്റെ കൂടെ TED talkൽ വന്നിട്ടുണ്ടായിരുന്ന ഒരാള് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കാരണം ആദ്യമായിട്ട് ഓട്ടോറിക്ഷയില് ഇന്റർനെറ്റ്, ടെലിവിഷൻ, ഫ്രിഡ്ജ്, എല്ലാ ന്യൂസ് പേപ്പറുകളും വെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള ചെന്നൈയിലുള്ള ഒരാളാണ് TED talkൽ വന്നിട്ടുള്ള ആൾ. അപ്പൊ ആർക്കാ TED talkൽ ഇൻവിറ്റേഷൻ കിട്ടുക? ഇഫ് യു ആർ എക്സെപ്ഷണലി ഡിഫറെന്റ് ഇൻ ദ വേൾഡ്, ദെൻ ദേ വിൽ കോൾ യു ഫോർ TED talk. ആ TED talkൽ കൃത്യസമയം നിങ്ങൾക്ക് സംസാരിക്കാനും പഠിച്ചാൽ, ഈ അയച്ചിട്ടുള്ള ആളും ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല. അപ്പൊ അയാൾക്ക് ഇപ്പൊ മെസ്സേജ് പോവേണ്ടത് എന്താണ്? യുവർ ഇൻട്രൊഡക്ഷൻ പ്ലീസ്, യു ക്യാൻ വൗച്ച് ഫോർ ദാറ്റ്. എന്റെ ഇൻട്രൊഡക്ഷനും ഞാൻ അതിനകത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ദിസ് വാട്ട് ഐ ഡു. സോ ഇപ്പൊ ഞാൻ ഇരുന്നോണ്ടിരിക്കുമ്പോൾ ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്തു. കാരണം ദാറ്റ് ഈസ് ഹൗ ഐ യൂസ് മൈ ടെക്നോളജി.
ഇതൊക്കെ കോഡറ്റാണ്. ടപ് 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 അടിച്ചാൽ മെസ്സേജ് പോകും. ഓക്കെ, സോ അയാൾ അയച്ചിട്ടില്ല ആരാണെന്ന്, ഹൗ ടു ബി എ ടെഡ് ടോക്കർ എന്നാണ്. സോ ഇമ്മീഡിയറ്റ്ലി ഐ ഹാവ് ഗിവൺ മൈ ഹാഫ് പേജ് മെസ്സേജ്. ഇപ്പൊ ഇങ്ങനെ ആവണം നിങ്ങൾ. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഐ എം ഷുവർ യു ദേ വിൽ കോൾ യു, ദേ വിൽ ഐഡന്റിഫൈ യു. ഇപ്പൊ വിറ്റ്നാൻ യൂണിവേഴ്സിറ്റിയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പൊ എന്തോ ഒരു കണക്ഷൻ, ഇപ്പൊ മായ ടീച്ചർക്ക് എന്തോ ഒരു കണക്ഷൻ കിട്ടിയ പോലെ ഇപ്പൊ പേര് വന്നു. ഞാൻ യുവർ ഇൻട്രൊഡക്ഷൻ പ്ലീസ്, ഐ ഡോണ്ട് ഹാവ് ദിസ് നമ്പർ സ്റ്റോർഡ് ഇൻ മൈ ഫോൺ. ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പോകും. ഓട്ടോമാറ്റിക്കലി അല്ല, ഒറ്റ ഒരു ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് പോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫോൺ പ്രോഗ്രാം ചെയ്യാറുള്ളത്. സോ യു ക്യാൻ മേക്ക് യുവർ ലൈഫ് സിമ്പിൾ. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ. ജെയിൻ ജെയിംസ്, ഐ വാണ്ട് എ ക്വസ്റ്റ്യൻ ഫ്രം യു ഫിസിക്കലി. ഇതാണ് എൻ്റെ ബുക്ക്, ലൈഫ് മെയ്ഡ് സിമ്പിൾ. ഏതെങ്കിലും ഒരു പേജ് നമ്പർ പറയുമ്പോഴും 187 ഇടയിലുള്ള ഏതൊക്കെ ഒരു പേജ് 50. ഈ ബുക്ക് കണ്ടിന്യൂസ് വായിക്കാനുള്ളതല്ല. നിങ്ങൾ രാവിലെ ഒരു നമ്പർ വിചാരിക്കുക, എന്നിട്ട് ആ നമ്പറിൽ ആ പേജ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ മെസ്സേജ് കിട്ടുന്നത്, ബൈബിളൊക്കെ വായിക്കാറില്ല ഇങ്ങനെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് തുറന്നിട്ട്, അതുപോലെ വായിക്കേണ്ട സംഭവമാണ്. സോ ബീയിങ് വിത്ത് ആൻഡ് വിത്തിൻ ഈസ് യോഗ എന്നാണ് ആ പേജിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. സോ വാട്ട് ഈസ് യോഗ? ഡോണ്ട് ലുക്കിംഗ് ഔട്ട്സൈഡ്, ലുക്കിംഗ് ഇൻസൈഡ്. എൻ്റെ യോഗ മെഡിറ്റേഷൻ, യോഗ ഡേയിലുള്ള ടോക്ക് ജെയിൻ ജെയിംസ് കേട്ടിട്ട് അതിനകത്തൊരു കമന്റ് എഴുതിയിടുന്നു കേട്ടോ. ഐ എം ഷുവർ യു ആർ ഗോയിങ് ടു എൻജോയ് ദാറ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് ലുക്കിംഗ് അറ്റ്. ആൻഡ് I have written about yoga. Yoga is not monkey's task എന്നാണ്. ഇപ്പൊ ചെയ്യുന്ന എല്ലാ യോഗയെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. കാരണം ഐ ആം ഇൻ ദ 8th level of yoga which is called meditation, സമാധി എന്നാണ്. ഐ ആം എ ഹിമാലയൻ മെഡിറ്റേഷൻ മാസ്റ്റർ. സ്വാമി വേദഭാരതിയുടെ ഡിസൈപ്പിൾ ആണ്. റൈറ്റ്? അതുകൊണ്ട് യോഗയെ വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരാളാണ്. കഴിഞ്ഞ യോഗ ഡേയിൽ ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ടോക്ക്. യു മസ്റ്റ് ലിസൺ ടു ദാറ്റ്. So you will see what world is hearing is not what you have to learn. അതുകൊണ്ട് പോപ്പുലറൈസ് ചെയ്തിട്ട് അറിയപ്പെടുന്ന സംഭവങ്ങളെക്കാളും അതിന്റെ കാതലും കാമ്പും മനസ്സിലാക്കാൻ കഴിവുള്ളവരാവണം ടീച്ചേഴ്സ് എന്ന് പറയാനുള്ളൊരു സന്ദർഭം ജെയിംസ് ഇപ്പൊ എനിക്ക് ഓർമ്മിച്ചത്. സന്തോഷം. Anybody else who want to ask question or you want to close it? Sir, shall we conclude? You should ask, not me. Good enough? Teacher mute ആണ്. I know it's a long day for you. For me it's not. Maya is muted. We will close. ഇപ്പോൾ സംശയ നിവാരണത്തിനുള്ള സമയമാണ്. പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിച്ചു കഴിഞ്ഞു, അയച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് മായ ടീച്ചറോട് നന്നായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് നന്ദി പറയുന്ന ഒരാളും കൂടി ഉണ്ട് അല്ലേ, ആശിഷ്. അയാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് നന്ദി പറഞ്ഞിരിക്കും. അങ്ങനെ എൻ്റെ ഒരു ദീർഘകാലമായ ആഗ്രഹമായിരുന്നു PKM കോളേജ് കാണുക എന്നുള്ളത്. പക്ഷേ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ആർച്ച് ബിൽഡിംഗ് ഇപ്പോൾ സീനിൽ വരുന്നുണ്ട്. ദാറ്റ് ഐ ഹാവ് സീൻ ഫിസിക്കലി ഗോയിങ് ദർ. സോ താങ്ക്സ് എ ലോട്ട്. ഗോഡ് ബ്ലസ് യു. എൻ്റെ അന്വേഷണം പ്രിൻസിപ്പൽക്കും ഈ ക്ലാസ്സിൽ ഇരുന്നവർക്കും ക്ലാസ്സിൽ ഇരിക്കാതെ പോയവർക്കും ഇത് സ്കിപ്പ് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി ടീച്ചർ, നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. സാറിന്റെ ജീവിത സാഹചര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് വളർന്നു വരുന്ന അധ്യാപകർക്ക് വേണ്ട മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുകയും വിദ്യാഭ്യാസത്തിലൂടെ മാനുഷിക വികസനം സാധ്യമാകുന്നത് എങ്ങനെയെന്ന് സൂചിപ്പിക്കുകയും ചെയ്ത സാറിന്റെ വിലപ്പെട്ട വാക്കുകൾക്ക് ഒരുപാട് നന്ദി. പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി അർപ്പിച്ച് സംസാരിക്കുവാൻ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഫിസിക്കൽ സയൻസ് അധ്യാപക വിദ്യാർത്ഥി ആശിഷ് ശശീന്ദ്രനെ ക്ഷണിക്കുന്നു. ഈ വെബിനാറിന്റെ അധ്യക്ഷ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെസ്സി NC, വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ അനിൽ വള്ളത്തോൾ സർ, റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ TP ശശികുമാർ സർ, സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ മായ ടീച്ചർ, അതുപോലെ മറ്റധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. COVID-19 എന്ന മഹാമാരി
മനുഷ്യനെ കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ മനുഷ്യനാൽ പലതും സാധ്യമാണെന്നും തെളിയിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഫലം തന്നെയാണ് ഇതുപോലെ നമുക്ക് സംവദിക്കാനും അതുപോലെ വിദ്യാഭ്യാസ പ്രക്രിയ ഇതുവരെ തുടർന്നു കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്നത്. ഓൺലൈൻ പഠനം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് തീർച്ചയായും. പക്ഷെ കുറെ പോരായ്മകളുണ്ട്. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് എങ്ങനെ ജീവിതരേഖയ്ക്ക് സമാന്തരമായി ഓൺലൈൻ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാം എന്ന് ഈ ഒരു ഓൺലൈൻ ലേണിംഗ് ഇൻ ലൈൻ വിത്ത് ലൈഫ് എന്ന വെബിനാറിലൂടെ സാധിച്ചു എന്ന് കരുതുന്നു. അതുപോലെ ലൈഫ് സാറ് ഉദ്ദേശിച്ച ഒരു കോട്ട് ലേണിംഗ് ഇൻ ഫുൾ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്, അതുപോലെ ജീവിതത്തില് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തി മുന്നോട്ട് നല്ല അധ്യാപകരായി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊരു വെബിനാറിന് അനുവാദവും പിന്തുണയും നൽകിയ അതിലുപരി വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി കോളേജിൽ നയിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെസ്സി എൻസിക്ക് ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്റെ തിരക്കുകൾക്കിടയിലും ഇങ്ങനൊരു വെബിനാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുകയും അതുപോലെ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്ത ഡോക്ടർ അനിൽ വള്ളത്തോൾ സാറിന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും കോളേജിന്റെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഓൺലൈൻ ലേണിംഗ് ഇൻ ലൈൻ വിത്ത് ലൈഫ് എന്ന ഈ വെബിനാറിന് ജീവൻ നൽകിയ തിരക്കിനിടയിലും നമ്മോട് നേരിട്ട് ലൈവായി തന്നെ സംവദിക്കുവാനും ഇത്രയധികം ഇൻസ്പയറിംഗ് ആയി നമ്മോട് സംസാരിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുകയും അതുപോലെ ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് ഞാൻ ഇതുവരെ ഒരു ടോക്ക് കേട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ നേരിട്ട് സംവദിക്കാൻ സാധിച്ചില്ല. അപ്പം തുടർന്നും ഇതുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ എല്ലാവരുടെയും പേരിലും അതുപോലെ കോളേജിന്റെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിലുള്ള നന്ദി സാറിനെ അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു വെബിനാർ അർത്ഥവത്താകുന്ന രീതിയിൽ നമ്മളെ മുന്നിലെത്തിച്ച ഇതിന്റെ കോർഡിനേറ്റർ ഡോക്ടർ മായ ജെ പിള്ള ടീച്ചർക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വെബിനാറിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകിയ സിസ്റ്റർ ക്രിസ്റ്റീനയ്ക്കും അതുപോലെ ഇതിനെ കമ്പ്യൂട്ടറായി പ്രവർത്തിച്ച ജെയിൻ ജെയിംസിനും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത മറ്റധ്യാപകർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും ഇത് ഭാവിയിലും എല്ലാ രീതിയിലുള്ള ഗുണവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും പരിമിതികളും അവ ജീവിതത്തിൽ ഉണർത്തുന്ന പുതുമയും വ്യത്യസ്തതയും മനസ്സിലാക്കുവാൻ പര്യാപ്തമായ ഈ വെബിനാർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത ഏവർക്കും നന്ദി. ആദരവോടെ നമുക്ക് ദേശീയഗാനം ശ്രവിക്കാം. Okay. Bye, teacher. Thank you. God bless you. Bye, Ashish. Thank you. Thank you, sir. Bye. See you sometime. See you all sometime. Sure. Welcome to Hyderabad. Maybe after COVID. COVID anantaram. ശരി, ബൈ. നമസ്കാരം. ഒരു അസാധാരണ കാലത്തെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. ലോകം COVID-19 എന്ന മഹാമാരിയെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. COVID-19
അപ്രതീക്ഷിത വ്യാപനം വിദ്യാഭ്യാസ രംഗത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടച്ചിടലിനെ തുടർന്ന് ഇന്ത്യയിലെ 285-ലധികം ദശലക്ഷം വിദ്യാർത്ഥികളുടെ പഠനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അടിയന്തര ബദൽ നടപടികൾ എന്ന നിലയിൽ ഓൺലൈൻ പഠന സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം. എന്നാൽ വെല്ലുവിളികളും സാധ്യതകളും നിറഞ്ഞ ഓൺലൈൻ സംവിധാനത്തിന് വിദ്യാഭ്യാസത്തെ എങ്ങനെ കൂടുതൽ അർത്ഥവത്താക്കി മാറ്റാം, എങ്ങനെ അതിനെ ജീവിതഗന്ധിയാക്കി മാറ്റാം, ഈ വക ആശയങ്ങളെ മുൻനിർത്തിയാണ് PKM കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ IQACയുടെ ആഭിമുഖ്യത്തിൽ മോക്ഷയുമായി സഹകരിച്ച് ഓൺലൈൻ ലേണിംഗ് ഇൻ ലൈൻ വിത്ത് ലൈഫ് എന്ന വിഷയത്തിൽ റീജിയണൽ വെബിനാർ സംഘടിപ്പിക്കുന്നത്. വെബിനാറിലേക്ക് ഏവരെയും സന്തോഷം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിസിപ്പൻസ് എല്ലാവരും ദയവായി മൈക്ക് മ്യൂട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശ്വരാനുഗ്രഹത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥന. ഈ പ്രപഞ്ച സംരക്ഷക തൃക്കടാക്ഷമേ കീടണേ, ഈ മഹനീ ഭൂമിയിൽ നിൻ കൃപാവരമേകണേ. കാൽവരിയിലെ ക്രിസ്തുവും ദ്വാരക കണ്ട കൃഷ്ണരും മക്കതന്നിൽ മുഹമ്മദും തന്നിലേകത്വദേവമാ തന്നിലേകത്വദേവമാ. സ്വാഗത ഭാഷണത്തിനായി PKM കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ അസോസിയേറ്റ് പ്രൊഫസറും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഡോക്ടർ മായ ജെ പിള്ളയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും കേൾക്കാമെന്ന് കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു മഹാമാരിയോട് മല്ലിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലം നമ്മെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു. ആ പഠനം എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ മഹാമാരിയുടെ ഭരിത്ത അനുഭവങ്ങള് ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിച്ചു വന്ന ഒരു ജീവിതചര്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു തലത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുകുട്ടി അപാലവൃദ്ധം എല്ലാ ജനങ്ങളും ഈ മഹാവിപത്തിന്റെ മരണക്കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പെട്ടെന്നുണ്ടായ നമ്മുടെ ജീവിതക്രമത്തിലുണ്ടായ ഒരു മാറ്റം, അതായത് നമ്മൾ സാധാരണ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലേക്കുള്ള ജീവിതത്തിന്റെ ഒരു സംക്രമണം തീർച്ചയായിട്ടും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പൊരുത്തപ്പെടല് എങ്ങനെ നമുക്ക് അനായാസമാക്കി മാറ്റാം, അത് ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കാം, ആ സ്വാധീനം എങ്ങനെ നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് മാറ്റാം, അതിനെ ജീവിതഗന്ധിയായിട്ട് മാറ്റാം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾക്ക് പങ്കുവെക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ കാലഘട്ടത്തില് ചിലപ്പോ നമ്മുടെ ജീവിതക്രമത്തില് കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ, കോവിഡിന് ശേഷമുള്ള കോവിഡ് അനന്തരമുള്ള ഒരു ജീവിതാവസ്ഥ. അപ്പൊ ഈ ഒരു നദിയുടെ രണ്ട് കരകൾ പോലെയാണ്. ഒരു കരയില് നമ്മൾ കോവിഡിന് മുമ്പ് എല്ലാവരും ഇഴുകിച്ചേർന്ന് പരസ്പര ഇഷ്ടത്തോടെ കാണാനും കേൾക്കാനും സംവദിക്കാനും ഒക്കെ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. അതിനപ്പുറത്തേക്ക്
സോഷ്യൽ ഐസൊലേഷൻ, സോഷ്യൽ കോൺടാക്റ്റിലൂടെ പകരുന്ന ഒരു രോഗം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ ഐസൊലേഷൻ ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ സമൂഹ ജീവിയായ മനുഷ്യന് ഒറ്റപ്പെടലിന്റെ ഒരു തുരുത്തിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ ഇത് മാറ്റപ്പെട്ടു. അപ്പൊ ഇത് തമ്മില് എങ്ങനെ ഒരു ക്രോഡീകരണം, ഒരു ഏകീകരണം നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് നമ്മുടെ ഈ വെബിനാറിന്റെ ചിന്താവിഷയം. ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്ന ഒപ്പം സാറ് നേരത്തെ കൂട്ടി തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി ഡോക്ടർ അനിൽ വള്ളത്തോൾ, പ്രിയ ബഹുമാനപ്പെട്ട അനിൽ വള്ളത്തോൾ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ച മാത്രമേ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ ഈ റേഞ്ചിന്റെ പ്രശ്നം മറ്റ് സാങ്കേതിക കാര്യങ്ങളും ഒക്കെ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ടുമാണ്. എങ്കിലും അദ്ദേഹം അതെല്ലാം കൂട്ടി ചെയ്തു തന്നു. സാറിനെ ബഹുമാനപ്പെട്ട സാറിനെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് ഇന്നത്തെ വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം നമ്മുടെ അയൽക്കാരനാണ്. പലപ്പോഴും മുറ്റത്തെ മുന്നിൽ മണ്ണെന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ സ്വരൂപിക്കേണ്ടായിട്ട് ഒരു മീൻ അടുത്തതായിട്ട് സ്വാഗതം ചെയ്തതിന് കഴിഞ്ഞ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം മുറ്റത്തെ മുന്നിലേക്ക് മണ്ണെന്ന് പറഞ്ഞാല് നമ്മള് ഈ വിശ്വാസത്തെ ഈ ഒരു വേദി പങ്കിടാൻ ഒരു മനസ്സ് വിളിച്ച മാത്രമേ തന്നെ സാർ വന്നു. സാധാരണ ISRO സയന്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് തലങ്ങളായിട്ട് നടക്കും. പക്ഷെ അതൊന്നുമില്ല. അറിവിന്റെ അഹന്ത ഒന്നും തലയ്ക്ക് മറ്റുപടിക്കാത്ത വളരെ എളിയ ജീവിതം നയിക്കുന്ന സാധാരണ സയൻസുകാരെന്ന് പറഞ്ഞാല് ഇതുപോലെ ഫിലോസഫിക്കൽ തോട്ട്സ് അല്ലെ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഒരുപാട് അകന്നു നിൽക്കുന്ന, പക്ഷെ സാധാരണ അതെല്ലാം ജീവിതത്തിൻ്റെയായിട്ടുള്ളതാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാല് ഹൃദയത്തിന്റെ വളർച്ചയ്ക്കൂടെ ആവശ്യമായിട്ടുള്ളതാണ് എന്നൊരു സംസ്കാരം പുതുതലമുറയിലേക്ക് വളർത്താൻ വേണ്ടി നിരന്തരമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചോദിക്കാണ്. സാറ് ക്ഷണം സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടുകൂടി സ്റ്റുഡൻസിനെ സാറാണ് കാണാൻ അനുവാദം തന്നു. ഒപ്പം തന്നെ ഇന്ന് നമ്മളൊപ്പം തന്നെ സാറ് ലൈവിലായിരുന്നു. ഞാൻ എല്ലാത്തിന്റെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സാർ വലിയൊരു എഴുത്തുകാരനാണ്. ഒപ്പം തന്നെ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയിലൊക്കെ സാർ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം സാർ ഒരുപാട് പുസ്തകങ്ങൾ, സയൻസ് പറഞ്ഞാൽ അവിടെ ഒരു മാനവിക ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി. അതെല്ലാം ജീവിതഗന്ധിയായിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. സർവോപരി ഒരു നല്ല മനുഷ്യനാണ്. സാറിനെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജസ്റ്റിൻസി, ഈ ഔപചാരികതയുടെ പേരിൽ ഞാൻ സിസ്റ്റർ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്നേഹപൂർവ്വം നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ ഇത് നിങ്ങൾ കോളേജിലെ കുട്ടികളായി നിങ്ങളുടെ കുട്ടികളല്ല, നിങ്ങൾ അധ്യാപക വിദ്യാർത്ഥികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ മേഖലയിലേക്ക് കാല് വെക്കാനായി ഒരു ചുവടുവെപ്പില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് മാറി വരികയാണ്. അപ്പൊ എങ്ങനെ നിങ്ങളുടെ അറിവ് ജീവിതഗന്ധിയായിട്ട് മാറ്റാം എന്ന് ഈ വെബിനാർ ഉപേക്ഷിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും, PK കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സെമിനാർ കാതുകൊണ്ട് കേൾക്കാണ്ട് അത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മായ മിസ്. പാർട്ടിസിപ്പൻസ് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ സാരഥിയും മാർഗദർശിയുമായ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ജെസ്സി NCയെ അധ്യക്ഷ ഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഹലോ കേൾക്കാമോ? ഹലോ സിസ്റ്റർ, കേൾക്കാം.
ഇന്നത്തെ ഈ വെബിനാറിന് ഉദ്ഘാടനം ചെയ്യുന്നതിനായി PKM കോളേജിനോട് സഹകരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽ വള്ളത്തോൾ, വൈസ് ചാൻസലർ, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി, ഇന്നത്തെ ഓൺലൈൻ ലേണിംഗ് ഇൻ ലൈൻ വിത്ത് ലൈഫ് എന്ന സബ്ജക്റ്റിൽ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഈ വെബിനാറിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ TP ശശികുമാർ സാർ, ചെയർമാൻ ആൻഡ് MD ഓഫ് ശിക്ഷാജ്ഞാനം, ഫോർമർ സ്പേസ് സയന്റിസ്റ്റ്, എഡ്യൂക്കേഷനിസ്റ്റ്, സ്പിരിച്വൽ ഡയറക്ടർ ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ, ഈ വെബിനാറിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ മായ ജെ പിള്ളൈ, സ്റ്റുഡന്റ് കോർഡിനേറ്ററായ മിസ്റ്റർ ആശിഷ് ശശീന്ദ്രൻ, എന്റെ പ്രിയ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ അധ്യാപക വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട ഈ വെബിനാറിന്റെ പങ്കാളികളെ, ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമ്മുടെ കോളേജിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ITSCയുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സമ്മതം മൂളിയ കേരളത്തിൽ അല്ല ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഡോക്ടർ അനിൽ വള്ളത്തോൾ സാർ, ഏറെ സ്നേഹത്തോടെ സാർ നമുക്ക് വേണ്ടി, സാറിന്റെ സമയം നമുക്ക് വേണ്ടി നീക്കിവെക്കുവാനും ഒരു ഉദ്ഘാടനം ഈ വെബിനാറിനായി നടത്തുവാനും തയ്യാറായ സന്മനസ്സിന് കോളേജിന്റെ പേരിലുള്ള നന്ദി ആദ്യം തന്നെ ഇങ്ങനെ അറിയിക്കുകയാണ്. മായ ടീച്ചർ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ, വളരെയേറെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച, വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം, ബഹുമാനപ്പെട്ട TP ശശികുമാർ സാർ, ഈ ഒരു വെബിനാറിന് നേതൃത്വം നൽകുന്നതിന് ഈ സബ്ജക്റ്റിനോട് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിത്വമാണ് ശശികുമാർ സാർ. തീർച്ചയായും ശശികുമാർ സാറിന്റെ ആ വലിയ അനുഭവം, ആ പരിജ്ഞാനം നമുക്ക് ഈ വെബിനാറിൽ ലഭിക്കുന്നു എന്നത് ഏറെ നന്ദിയോടെ PKM കോളേജ് ഓർക്കുന്നു. സ്വന്തം നാട്ടിലുള്ള തന്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് സാറിന് ഇപ്പോൾ തന്റെ ഒരു അനുഭവങ്ങളും അറിവുകളും പങ്കുവെക്കുന്നതിന് ഒരവസരം ലഭിച്ചപ്പോൾ സാർ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കോളേജിനോട് സഹകരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം ഈ ഒരു അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാഗത പ്രസംഗത്തിൽ മായ ടീച്ചർ ഈ വെബിനാറിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പുതിയ കാലഘട്ടം നമുക്ക് തീർത്തും അപരിചിതമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ 1920-കൾ, അതിന് പുറകോട്ടുള്ള കാലങ്ങൾ നമ്മളുടെ മുമ്പിൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പലവിധ പകർച്ചവ്യാധികൾ, ലോകം നേരിട്ട അവസ്ഥകൾ, അതിലൂടെ വന്ന പരിണാമങ്ങൾ, ഇതിനൊക്കെ സാക്ഷികളാണ് ഈ ലോക ചരിത്രം. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ ഒരു മഹാവിപത്തും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ നാനാ തുറകളെ ബാധിക്കും എന്നതിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഈ ഒരു COVID-19 പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിന് ഇന്നിപ്പോൾ ഒരു 100 വർഷത്തിന് ശേഷം ഇവിടെ ഒരു ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പ്രായമായവരോ കുട്ടികളോ യുവാക്കളോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പുതിയ ഒന്നാണ്. തീർച്ചയായും ഇത് നമ്മുടെ ജീവിതം, പാടിച്ചു വന്ന ജീവിത ക്രമങ്ങളെ വല്ലാതെ ബാധിക്കും എന്നത് തർക്കമില്ല. അപ്പോൾ ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ് എന്ന ഒരു കാലഘട്ടം തന്നെ രൂപപ്പെടുകയാണ്. തീർച്ചയായും അത് വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, സാംസ്കാരിക മേഖല, എല്ലാ മേഖലകളും, സമസ്ത മേഖലകളും ഇതിന്റെ ഭാഗമായി മാറുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ PKM കോളേജ് നേതൃത്വം കൊടുക്കുന്നതാണ് ഓൺലൈൻ ലേണിംഗ്. ഏതായാലും ഒരു വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനം എന്ന നിലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ, വിദ്യാഭ്യാസം ജീവിതത്തിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു കാലഘട്ടം നമുക്ക് എന്തായിരിക്കും വിദ്യാഭ്യാസം പ്രാധാന്യം നൽകേണ്ടത്, സമൂഹത്തിന് പ്രദാനം ചെയ്യേണ്ടത് എന്നതിന്റെ സമസ്ത മേഖലകളെയും നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്, നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് നമ്മളെ കോളേജിനെ നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ശശികുമാർ സാറ് നമ്മളെ ഇതിന് ആവശ്യമായ ഈ ഒരു വിഷയത്തോട് നീതി പുലർത്തി തീർച്ചയായും നമുക്ക് ഈ സമയം ഫലപ്രദമാക്കി മാറ്റുമെന്നൊരു സംശയമില്ല. എന്തായാലും അനുഭവം അറിവുകള് തിരിച്ചറിവുകളായി മാറുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും അതിനെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ ലോക ജീവിത ക്രമം, ഒരു മനുഷ്യ ജീവിത ക്രമം, ഒരു സംവിധാനം, ഒരു പോസിറ്റീവായ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക്, വിദ്യാഭ്യാസ വിദഗ്ധന്മാർക്ക്
ഈ ഉന്നത സമ്പന്നർ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മെ സംബന്ധിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നതിൽ തർക്കമില്ല. തീർച്ചയായും ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും, കുട്ടികളും മാതാപിതാക്കളും നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, നമ്മൾ ഏർപ്പെടുന്ന നാനാ തുറകളിലും നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി മാറുന്നതിന് നമുക്ക് എങ്ങനെ സാധിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. ബഹുമാനപ്പെട്ട ശശികുമാർ സാറിന്റെ ഈ ഒരു നമുക്ക് വേണ്ടി നീക്കിവെക്കുന്ന സമയത്തെ എല്ലാവരും ഫലപ്രദമായി ഉപയോഗിക്കുക. ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങണമെന്ന് ടീച്ചർ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും നമ്മളിൽ പരിവർത്തനം ആദ്യം വരട്ടെ. പുതിയ സംവിധാനങ്ങളെ സ്വീകരിക്കുന്നതിന് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് പറ്റട്ടെ. അങ്ങനെ ഉള്ള ഒരു ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് സാധിക്കട്ടെ. നമുക്ക് മറ്റുള്ളവർക്ക് മാർഗദർശിയായി മാറാൻ സാധിക്കട്ടെ. സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നമുക്ക് കൈവരിക്കാൻ പറ്റിയാൽ ഈ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിച്ചാൽ അത് മറ്റുള്ളവർക്ക് മാർഗമായി മാറും. വാക്കുകൾക്കപ്പുറം നമ്മളുടെ ജീവിതം തന്നെ മാതൃകയായിട്ട് മാറും. നമ്മളെ ഏറ്റുമുട്ടുന്നവർക്ക് പുളിമാവ് ഏത് പുളിമാവും മറ്റും അവനെ പുളിപ്പിക്കുന്നത് പോലെ, നമുക്ക് ഉപ്പ് രുചി ചേർക്കുന്നത് പോലെ, നമ്മൾക്ക് നമ്മളാണ് ചെയ്യുന്നതെന്ന് അവരുടെ മുമ്പിൽ ഘോഷിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഫലസാധ്യത ഉളവാക്കുന്നതിന് സാധിക്കുമെന്ന് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായും ഈ സമയത്തെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്ന് കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രവർത്തിച്ച ടീച്ചറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ആശിഷിനെ പ്രത്യേകം സ്നേഹത്തോടെ ഓർക്കുന്നു. ഇതിന്റെ പിന്നിൽ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത PKM നോൺ ടീച്ചിങ് സ്റ്റാഫായ ടീച്ചർ ക്രിസ്റ്റീന, ജോബി തുടങ്ങിയ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അനിൽ വള്ളത്തോൾ സാറിനും TP ശശികുമാർ സാറിനും PKM കോളേജിനോട് അവർ പുലർത്തിയ ആ ഒരു സ്നേഹ മനോഭാവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ല സമയം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രിൻസിപ്പാൾ. ഈ അവസരത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സ്നേഹപൂർവ്വം നമ്മോട് പങ്കുചേരുന്നത് ഡോക്ടർ അനിൽ വള്ളത്തോൾ സാറാണ്. അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ അനിൽ വള്ളത്തോൾ സാറിനെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസ വിഭാഗം സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഓൺലൈനിൻ്റെ പ്രാധാന്യത്തെ അധികരിച്ചുള്ള സെമിനാറിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. കോവിഡ് രോഗത്തിൻ്റെ വ്യാപനം മൂലം ലോകമെങ്ങും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ സാമൂഹിക ജീവിതത്തിൻ്റെയും മേഖലകൾ പല വിധത്തിൽ അനിശ്ചിതത്വത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും വലിയൊരളവോളം ഈ അനിശ്ചിതത്വം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം സമ്മതിച്ചേ മതിയാവും. നമ്മുടെ ജീവിതം യാന്ത്രികമായി സാങ്കേതികതയിൽ അധിഷ്ഠിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഐഡന്റിറ്റി ക്രൈസിസ് പോലും അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള മാരകമായ അവസ്ഥാ വിപര്യങ്ങൾ. ഇതിനെ നമ്മൾ എങ്ങനെ മറികടക്കുമെന്നുള്ളത് ഗൗരവമായി പര്യാലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിജീവിച്ചല്ലേ മതിയാകും. കാരണം നമുക്ക്
സാമൂഹികമായ ഇടപെടലുകൾ പഴയ പോലെ സാധ്യമല്ലാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റും സഹായ സഹകരണങ്ങളെ കൊണ്ടും പൊതുജനങ്ങളുടെ ജാഗ്രത കൊണ്ടും നമുക്ക് അധികം താമസിയാതെ ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതല്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഈ തരത്തിലുള്ള ലോക്ക്ഡൗൺ പലതരത്തിലും വിപരീതമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ ദീർഘകാലമായ ഒരു പിൻവാങ്ങൽ പലതരത്തിലുള്ള വൈകാരികവും ധൈഷണികവുമായിട്ടുള്ള ജാഡ്യത വിദ്യാർത്ഥികളിൽ ഉളവാക്കാനിടയുണ്ട്. ഈ ഘട്ടത്തിൽ ഓൺലൈൻ അധിഷ്ഠിതമായ പഠന അധ്യാപന ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ. ഓൺലൈനിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സെമിനാറാണല്ലോ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ എന്നത് ഒരു പരിസ്ഥിതിയാണ്. ഓൺലൈൻ ഈസ് ആൻ എൻവയൺമെന്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സമഗ്രമായി കാണേണ്ടതുണ്ട്. പരമ്പരാഗത വിദ്യാഭ്യാസ രീതികൾക്കുള്ള ഒരു ബദൽ മാർഗം എന്ന നിലയിൽ മാത്രമല്ല ഓൺലൈനിനെ കാണേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ, വിശേഷിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനവും അധ്യാപനവും വാസ്തവത്തിൽ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഒന്നായി മാറുകയും വരുത്. നമ്മുടെ ഭൗതികമായ പരിമിതികൾക്കപ്പുറത്തേക്ക് വികസിക്കുവാനുള്ള സാധ്യതകൾ അതിനുണ്ട് എന്ന് പുതിയ അധ്യാപകരും വിദ്യാർത്ഥികളും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസ ക്രമത്തിൽ തന്നെയും ഇന്റർമീഡിയയുടെ പ്രസക്തി. പലതരത്തിലുള്ള മൾട്ടിമീഡിയകളും ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇന്ന് സാധാരണ നിലയിൽ തന്നെ വിദ്യാഭ്യാസം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈനിൽ അധിഷ്ഠിതമായിട്ടുള്ള പരീക്ഷകൾ, പരിശോധനകൾ, മൂല്യനിർണ്ണയം, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പരമ്പരാഗത രീതിയെ ഭാഗികമായി പൂരിപ്പിക്കാനുള്ള സംഗതിയായി കാണരുത്. മറിച്ച് നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ വിനിമയങ്ങൾക്ക് സഹായകമാവുന്ന സാധ്യതകൾ ഒരുക്കാൻ ഓൺലൈനിന് എങ്ങനെ സാധ്യമാകും എന്ന തരത്തിൽ വേണം നമ്മളതിനെ കാണേണ്ടത്. ഭൗതികമായ ഇടങ്ങൾക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ആശയവിനിമയങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നവസാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം കൂടി അനിവാര്യമായേ മതിയാകും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സവിശേഷമായ സാഹചര്യം മാറിക്കഴിഞ്ഞാലും ഓൺലൈൻ അധിഷ്ഠിതമായിട്ടുള്ള പല വിധത്തിലുള്ള പഠന മാർഗങ്ങളെ നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് ആനയിക്കേണ്ടതുണ്ട്. പക്ഷേ
ചില പ്രശ്നങ്ങൾ അപ്പോഴും ബാക്കിയുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. വിദ്യാർത്ഥികൾക്ക് സാമൂഹികമായിട്ടുള്ള ഇടപെടലിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ക്ലാസ് മുറികളും അതുപോലെ തന്നെ ക്യാമ്പസ് അന്തരീക്ഷവും. അതിനിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് തടസ്സം വന്നിരിക്കുകയാണല്ലോ. അത് കുട്ടികളുടെ ശൈക്ഷണികതയെയും വൈകാരികതയും വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ക്ലാസ് റൂം പഠനത്തിനുള്ള ഗുണവശങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. എന്നാൽ ഈ ക്ലാസ് റൂം പഠനത്തിൽ തന്നെയും ഓൺലൈനിന്റെ ഈ ഓൺലൈൻ പഠനത്തിന്റെ വികസ്വരമായ ഒരു മേഖലയാണ്. ഈ മേഖലയുടെ കൂടുതലായിട്ടുള്ള സാധ്യതകളെ നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ചില വെല്ലുവിളികളെ പക്ഷെ നമ്മളെപ്പോഴും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ ഗ്രാമങ്ങളുടെ അന്തരീക്ഷത്തില് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് പല കുട്ടികൾക്കും കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഒന്നുമില്ല. ഉള്ള കുട്ടികൾക്ക് തന്നെ പലപ്പോഴും ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളും വളരെ പരിമിതമാണ്. ഇതിനെ മറികടന്നേ മതിയാവും. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യത ഉറപ്പാക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അതൊരു നീതി നിഷേധമായിരിക്കും. ഇപ്പൊ ഇന്ത്യ പൊതുവെ തന്നെയും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ വളരെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ആധുനികമായിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും ഈ ഡിജിറ്റൽ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഓൺലൈൻ അധിഷ്ഠിതമായിട്ടുള്ള പരിപാടികൾ സമ്പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. മറ്റൊരു വെല്ലുവിളി നമ്മുടെ വിമർശനാത്മകമായിട്ടുള്ള വ്യവഹാരങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളെ ചിന്തകൾക്ക് അതിനെ വിഘാതം വരുത്തും എന്നുള്ളൊരു എതിർവാദമാണ്. വിമർശനാത്മക ചിന്തയെ നിരുത്സാഹപ്പെടുത്തും ഓൺലൈൻ പഠനം എന്നുള്ളത്. അങ്ങനെ തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പരമ്പരാഗത വിദ്യാഭ്യാസത്തിന് പകരം വെക്കലായിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസം മാറുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ അധിഷ്ഠിതമായിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതികള്, പലതരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പുതിയ തരം ചിന്തകൾ, ഭൗതികമായ ഇടങ്ങളെ മറികടന്നിട്ടുള്ള ചിന്തകൾ വ്യാപകമാകുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ ആശയവിനിമയത്തിനുള്ള അവസരം ഒരുക്കുകയും അവരുടെ ചിന്തകളും ഭാവനകളും വികസിക്കുന്നിടത്തേക്ക് അത് വളരുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വിമർശനാത്മക ചിന്തയെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ള എതിർവാദത്തിന് അല്ലെങ്കിൽ പരാതിക്കും അടിസ്ഥാനമില്ലാതാകും. വിർച്വൽ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടുന്ന കാലഘട്ടമാണിത്. ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ഇന്ന് സർവകലാശാലകളിൽ തന്നെ വിവിധ തലങ്ങളിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഈ ഓൺലൈൻ കോഴ്സുകളുടെ വിപുലമായ സാധ്യതകളെ ഇന്ത്യക്ക് പുറത്തുള്ള പല സർവകലാശാലകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കേംബ്രിഡ്ജ് സർവകലാശാലയിലൊക്കെ 2021 സമ്മർ കാലം വരെയും ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് തന്നെയുണ്ട്. നമുക്ക് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ അത് അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതൊക്കെ മറികടക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്, സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അധ്യാപക വിദ്യാർത്ഥികളെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന നിങ്ങൾ, ഇവിടെ പഠിക്കുന്ന നിങ്ങളുടെ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയും
ഭാവിയിൽ അധ്യാപകരായി മാറേണ്ടുന്നവരാണ്. അപ്പം പുതിയ തരത്തിലുള്ള അധ്യാപന സമ്പ്രദായത്തെക്കുറിച്ചും അതുപോലെ തന്നെ പുതിയ പുതിയ പഠനക്രമത്തെക്കുറിച്ചുമൊക്കെയുള്ള നൂതനമായ ചിന്തകൾ ഭാവനാത്മകമായി ആവിഷ്കരിക്കുവാനുള്ളൊരു അവസരം ഈ വിദ്യാർത്ഥികൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ആലോചനകൾക്ക് കളമൊരുക്കുവാൻ ഇടവഴിയിലും മറ്റുമുള്ള പുതിയ സാധ്യതകളെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങളുടെ സെമിനാറിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൺലൈൻ വിദ്യാഭ്യാസ മേഖല ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വിലയേറിയ ആശയങ്ങൾ നമ്മോട് പങ്കുവെച്ച ഡോക്ടർ അനിൽ വെള്ളത്തോൾ സാറിന് ഒരുപാട് നന്ദി.